എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പ്രത്യേക അനുഭവം ഉണ്ടായി. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ബാംഗ്ലൂരിലുണ്ടായിരുന്നു. നമ്മുടെ തന്നെ വേറെ 1-2 സർവീസസിന് അറ്റൻഡ് ചെയ്തു. ശനിയാഴ്ച വൈകിട്ടത്തെ ഫ്ലൈറ്റിന് എനിക്ക് ബുക്കിംഗ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ. ശനിയാഴ്ച ഉച്ച വരെ ഞാനൊരു മീറ്റിംഗ് കൊടുത്തിരുന്നു. ഉച്ച കഴിഞ്ഞ് വരെയുള്ള മീറ്റിംഗ് കഴിഞ്ഞ് അവിടുന്ന് ട്രിവാൻഡ്രത്ത് വന്ന് ഫ്ലൈറ്റ് എടുത്ത് പോരാനായിരുന്നു പ്ലാന്. എവറിതിങ് വാസ് സെറ്റ്. ആ രാവിലെ നടക്കുന്ന മീറ്റിങ്ങിൽ അസാമാന്യമായൊരു ദൈവസാന്നിധ്യം വ്യാപരിച്ചു. ഒരാൾ പ്രാർത്ഥിക്കാൻ മുന്നോട്ട് വന്നതാണ്. ഞാൻ മീറ്റിംഗ് നിർത്തി പോകാം എന്ന് പറഞ്ഞു. അതിന് മുമ്പേ തന്നെ ഒരു നല്ലൊരു ആത്മസാന്നിധ്യം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പേ കേരളത്തിൽ ഒരു ഉണർവുണ്ടാകുന്ന കാലം, അന്നൊരു ഉണർവുണ്ടായി. അതിൻ്റെ ഫലം ലോകത്തിൻ്റെ 5 വൻകരകളിലും എത്തി. മലയാളി കമ്മ്യൂണിറ്റി എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം എത്തി. ഞാൻ ഒരു പദം ഓർപ്പിക്കാം. ഒരിക്കലെ കോലാലംപൂർ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് കോലാലംപൂർ ഞാൻ ശുശ്രൂഷിക്കുന്ന സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ ദിവസങ്ങൾ മുഴുവനും ഫിൽഡാണ്. എല്ലാ പ്രോഗ്രാമും ഫില്ലായിട്ടേ ഞാൻ പോകത്തുള്ളൂ. അങ്ങനെ എവിടെ പോകുന്നത് പൊതുവെ അങ്ങനെയാണ്. അങ്ങനെ കോലാലംപൂരിൽ നിന്ന് പോരുന്നതിന് മുമ്പേ മേരി എന്ന് പേരുള്ള ഒരു സഹോദരി എന്നെ വിളിച്ചു. ഒരു പക്ഷേ ലൈനിലെങ്ങാനും ഉണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. മേരി എന്ന് പേരുള്ള ഒരു സഹോദരി എന്നെ വിളിച്ചു പറഞ്ഞു, കൊച്ചി സ്വദേശിയാണ്, വിവാഹം കഴിഞ്ഞ് കോലാലംപൂരിൽ ചെന്ന് ഹസ്ബൻഡിൻ്റെ കൂടെ താമസിക്കുകയാണ്. മലയാളി പെന്തക്കോസ്തുകാർക്ക് കോലാലംപൂരിൽ ഒരു ആരാധനയില്ല. അപ്പോൾ അങ്ങനെ ഒരെണ്ണം തുടങ്ങാൻ വേണ്ടി പാസ്റ്റർ ഒന്ന് വന്ന് സഹായിക്കണം, വരണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പ്രോഗ്രാം മുഴുവൻ എടുത്ത് നോക്കിയിട്ട് രാത്രി 11:30 ശേഷം അല്ലാതെ അതിന് മുമ്പേ എനിക്കൊരു സമയം കിട്ടത്തില്ല. രാത്രി 11:30 ശേഷമേ ഉള്ളൂ. അങ്ങനെ മീറ്റിംഗ് വെച്ചാൽ ആരും കൂടത്തുമില്ലെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, സിസ്റ്റർ ഇതൊരു ഒക്കുന്ന കാര്യമല്ല. കാര്യം ഓരോ ദിവസവും 11:30 വരെ ഞാൻ കൊടുത്തുപോയി. അതിനപ്പുറത്തൊരു മീറ്റിംഗ് പ്രയാസമാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, ഞാൻ ചോദിച്ചു, വേറെ ആരെങ്കിലും ഒരാളിനെ വിളിച്ചാൽ ഇതങ്ങ് പോരെ? ഇവിടെ ആളുകൾ എപ്പോഴും തിരക്കി നടക്കുന്ന സ്ഥലമല്ലേ, തിക്കി തിരക്കുന്ന ഇടമല്ലേ, വേറൊരാളിനെ വിളിച്ചാൽ പോരെ? അവർ പറഞ്ഞൊരു വാചകമുണ്ട്, മലയാളി കമ്മ്യൂണിറ്റിയിൽ നിങ്ങളെക്കുറിച്ച് അറിയാത്തവർ കുറവാണ്. അല്ലേ, ഇല്ല. ആരെങ്കിലും അറിയത്തില്ലെന്ന് പറഞ്ഞാൽ കള്ളമാണ്, എവിടെയെങ്കിലും വായിച്ചിട്ടേലും ഉണ്ടാവും. അതിൻ്റെ കാരണം ഒരു 10-15 വർഷം മുമ്പേ ഒരു ശക്തമായ ഉണർവ് കേരളത്തിലുണ്ടായതാണ്. അതിൻ്റെ റിസൾട്ട് ഒരുപാട് പേര് അനുഭവിച്ചു. അതുപോലെ ഒരു മൂവ് തിരിച്ച് സ്റ്റാർട്ട് ചെയ്തു. നേരെ കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ ശനിയാഴ്ച അതുപോലെ ഒരു മൂവ് തിരിച്ച് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ മീറ്റിംഗ് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചു. ഞാൻ അവസാനിപ്പിച്ച് ആശീർവാദം പറഞ്ഞെന്നല്ല, ഞാൻ പോവാണ്, ബാക്കി അവർ തുടരാൻ പറഞ്ഞു. അല്ല, എനിക്ക് എയർപോർട്ടിൽ പോകണം. 1 മണിക്കൂർ എക്സസ് ടൈം വിട്ടിട്ടുണ്ട് എയർപോർട്ടിൽ ചെല്ലാൻ. 1 മണിക്കൂർ നേരത്തെ ഇറങ്ങാനായിട്ട്, ചെല്ലേണ്ടതിനേക്കാൾ 1 മണിക്കൂർ മുമ്പേ ചെല്ലത്തക്കോലെ ടൈം ഇട്ടിട്ടുണ്ട്. പക്ഷേ ഒരാളൊന്ന് പ്രാർത്ഥിക്കാൻ വന്നു. ഞാൻ തലയിലോട്ട് കഴിച്ച ആൾ ആത്മവിശ്വാസത്തിൽ താഴോട്ട് വീണു. ഉരുണ്ടു അടുത്തയാളിനെ മുട്ടി ആൾ താഴെ വീണു. ഞാൻ ആ ഹോളിനകത്ത് സ്റ്റക്കായി. എനിക്ക് ഇറങ്ങാൻ വയ്യാതായിപ്പോയി. നോ വേ. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തൊടുന്ന താഴെ പോവുക. പ്രാർത്ഥിക്കാൻ പറഞ്ഞ് കുറച്ച് പേര് മുന്നോട്ട് വരിക. കൃപാവരങ്ങളുടെ ശുശ്രൂഷ ആരംഭിച്ചു. ഞാനങ്ങ് ചുരുക്കിയേക്കാം, എനിക്ക് ഫ്ലൈറ്റ് മിസ്സായി. ഫ്ലൈറ്റ് കിട്ടിയില്ല. ഹോളിൻ്റെ വെളിയിൽ വരാൻ യാതൊരു മാർഗ്ഗവുമില്ല. വെളിയിൽ വന്നപ്പോൾ ട്രാഫിക് ജാമും, അല്ലെ 1 മണിക്കൂർ എക്സ്ട്രാ ഉണ്ടായിരുന്നു, അതും പോയി. എനിക്ക് ഫ്ലൈറ്റ് കിട്ടിയില്ല. നല്ല ബസ് പിന്നെ ഉടനെ കിട്ടത്തില്ല. എനിക്ക് ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്ക് വരികയും വേണം. രാവിലെ ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞു. ശനിയാഴ്ച എത്തിയേ പറ്റൂ. ഫ്ലൈറ്റ് പോയ സ്ഥിതിക്ക് ടിക്കറ്റുകളെല്ലാം ബസ്സിൻ്റെ ടിക്കറ്റുകളെല്ലാം നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ആ ലാസ്റ്റ് മിനിറ്റിലേക്ക് കാര്യം കാണത്തില്ല. പിന്നെ ആകെ ഒറ്റ ബസ്സേ ഉള്ളൂ, ബാംഗ്ലൂരിൽ വരുന്ന ഒരു ബസ്, ട്രിവാൻഡ്രത്തുനിന്ന്. അതിനകത്ത് ആർക്കും വേണ്ട ഒരു സീറ്റ് കിട്ടി. കാര്യം കാലു വെക്കാൻ ഇടയില്ലാത്തൊരു സീറ്റ് വേറെ ആരും എടുത്തില്ല. അതുകൊണ്ട് ആ സീറ്റ് എനിക്ക് കിട്ടി. ലെഫ്റ്റ് ഓവർ ബസ്സിലെ ലെഫ്റ്റ് ഓവർ സീറ്റ്. ഞാൻ അതേ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്നെ മീറ്റിങ്ങിന് കൊണ്ടുപോയ ആളിനൊരു മനപ്രയാസം വന്നു. അദ്ദേഹം എന്നെ വിളിച്ചു ചോദിച്ചു, പാസ്റ്ററെ ബുദ്ധിമുട്ടായി? ഫ്ലൈറ്റ് അങ്ങ് പോയിപ്പോൾ എന്തോ ചെയ്യാനാ? ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഇതൊക്കെ സത്യമാണെങ്കിലും ഐ ആം ഹാപ്പി. ഒരു രാത്രിയിൽ ഇരുന്നാൽ മതിയല്ലേ, ഞാനങ്ങ് ചെല്ലും. കാര്യം നഷ്ടപ്പെട്ട ഒരു ആത്മസാന്നിധ്യം, അല്ലെ കുറഞ്ഞു പോയ ഒരു ആത്മസാന്നിധ്യം തിരിച്ചു വരുന്നത് ഞാൻ കണ്ടു. ഈ നേരെ കഴിഞ്ഞ ആഴ്ചയിലത്തെ മീറ്റിങ്ങും ഏറെക്കുറെ അതുപോലെ തന്നെയായിരുന്നു. ഒരു തികഞ്ഞ ദൈവസാന്നിധ്യം തിരിച്ചു വരുന്നത് ലീഡർഷിപ്പിൻ്റെ, ഇതെല്ലാം ലീഡർഷിപ്പ് മീറ്റിംഗ്സ് ആയിരുന്നു. ലീഡർഷിപ്പിൻ്റെ ഇടയിലേക്ക്, ഈ പാസ്റ്റേഴ്സിൻ്റെ ഇടയിലേക്ക് ഈ നഷ്ടപ്പെട്ട ദൈവസാന്നിധ്യം തിരിച്ചു വരുന്നത് ഞാൻ കണ്ടു. ജൂൺ അവസാനവും ജൂലൈ ആദ്യവുമായി ദൈവം ഒരു വൻ ക്രിയ, ഒരു വൻ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ കൂടെ ഒരു സംഭവം. ചൊവ്വാഴ്ച, നേരെ കഴിഞ്ഞ ചൊവ്വാഴ്ച മാരാമണ്ണ് വെച്ച് ഒരു ലീഡേഴ്സ് മീറ്റിങ്ങിനകത്ത് ആ ലീഡേഴ്സിന് വേണ്ടി മീറ്റിംഗ് നടക്കുക. കൂട്ടത്തിൽ കേഴ്സും കൂടെ ബ്രേക്ക് ചെയ്യണമെന്ന് അവിടുത്തെ പാസ്റ്ററിനോട് പറഞ്ഞു. അദ്ദേഹം അത് പറയാൻ ചില കാരണങ്ങളുണ്ടായിരുന്നു. ഞാൻ കേഴ്സ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്നൊരു കാഴ്ച കണ്ടു. ഹാർട്ടിന് ഗൗരവമുള്ള പ്രശ്നമുള്ള ഒരാൾ
സൗഖ്യമാകുന്നു, ആളിൻ്റെ ശരീരത്ത് ഇന്ന ഇന്ന ലക്ഷണങ്ങൾ നടക്കുന്നു എന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു. ഞാനത് അതുപോലെ വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് ആൾ എഴുന്നേറ്റു. പുഷ്കരൻ, ഒരു ബ്രദർ പുഷ്കരൻ എഴുന്നേറ്റു. ഞാൻ പറഞ്ഞ ലക്ഷണങ്ങൾ എൻ്റെ ശരീരത്ത് ഉണ്ടായതുകൊണ്ട് സുഖമായെന്ന് ഞാനും അദ്ദേഹവും വിശ്വസിച്ചു. ദാറ്റ്സ് ഓൾ. അല്ലെങ്കിൽ സുഖമായി എന്നുള്ളതിനൊരു എവിഡൻസ് ഒന്നും ഞാൻ കണ്ടില്ല, അദ്ദേഹവും കണ്ടില്ല. അങ്ങനെ കാണാനൊന്നുമില്ല. ഹാർട്ട് സുഖമായാലും ആർക്ക് കാണാവുന്നു, എനിക്ക് കാണത്തില്ല. പക്ഷേ ശരീരത്തെ പറഞ്ഞ എവിഡൻസ് സംഭവിച്ചതുകൊണ്ട് കർത്താവ് തൊട്ടു സൗഖ്യമാക്കിയെന്ന് വിശ്വസിച്ചു. അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി എന്നെ വീട്ടിൽ വരെ കൊണ്ടുവിടണമായിരുന്നു. അദ്ദേഹം പുഷ്കരൻ കൂടെ വണ്ടിയെ കയറി എന്നെ കൊണ്ടുവിടാൻ വരുന്ന വഴിയിൽ എന്നോടൊരു സംഭവം പറഞ്ഞു. പക്ഷേ ഹാർട്ടിൻ്റെ അസുഖത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, പറയാം എങ്ങനെയായിരുന്നെന്ന് ഒന്ന് ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരുവല്ലയിൽ എവിടെയോ ഒരിടത്ത് പോകുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് എനിക്ക് നെഞ്ചിന് താഴെ വയറിൻ്റെ മുകളിലത്തെ അറ്റത്ത് നെഞ്ചും വയറും കൂടെ ചേരുന്ന ജംഗ്ഷനിൽ ഒരു ഹെവിനെസ് അനുഭവപ്പെട്ടു. അങ്ങനെ ഒരു ഭാരം, വേദനയൊന്നുമില്ലായിരുന്നു. ഇതെന്താ ഇങ്ങനെയെന്ന് വിചാരിച്ച് കൈയൊക്കെ വെച്ചു. ഇങ്ങനെ കുറച്ച് നേരം തിരുമ്മി. അദ്ദേഹം പറഞ്ഞു, അതങ്ങ് കൂടി അങ്ങ് വേർക്കാൻ തുടങ്ങി. ശരീരം എല്ലാം കൂടെ ടയർഡാകുന്ന പോലെ തോന്നിയതുകൊണ്ട് കൂടെ ഉണ്ടായിരുന്ന ആളിനോട് പറഞ്ഞു, ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്ന്. ഏതോ ഒരു AC റെസ്റ്റോറൻറ്റിൽ കയറി AC-ക്കകത്തും അദ്ദേഹത്തെ വേർക്കുന്നു. ഇവർ ചോദിച്ചത്, എന്താ നിന്നെ ഇങ്ങനെ അങ്ങ് വേർക്കുന്നത്? അറിയത്തില്ല, ഒരു ഹെവിനെസ് ഉണ്ടായിരുന്നു, അതങ്ങ് കുറയുകയും ചെയ്തു. ഒരു ചായ കുടിച്ചപ്പോഴേ ഒന്ന് കുറഞ്ഞു. പക്ഷെ അത് മാറാതെ വന്നതുകൊണ്ടും ചില നേരം കൂടി AC-ക്കകത്ത് അങ്ങ് ഇരിക്കാം എന്ന് അദ്ദേഹത്തിന് തോന്നിയതുകൊണ്ടും ഒരു ചായ കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു രണ്ടാമത്തെ ചായയും കുടിച്ചു. വിയർപ്പും മാറി, ഹെവിനെസ്സും മാറി. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി കാറിൽ കയറി തിരിച്ചു പോവുകയാണ്. പുഷ്പഗിരി ഹോസ്പിറ്റലിൻ്റെ അടുത്തൂടെ യാത്ര ചെയ്യുമ്പോൾ വേഗത്തിൽ പിന്നെയും ആ ഹെവിനെസ് ഉണ്ടാകുന്നതും അത് തൊണ്ടയിലേക്ക് വരുന്നതായിട്ടും തോന്നി, വിയർക്കുന്നതായി തോന്നി. സഹയാത്രക്കാരനോട് ഇങ്ങനെയാന്ന് പറഞ്ഞ് അദ്ദേഹം നേരെ പുഷ്പഗിരി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നു. അതൊരു ഹോളിഡേ ആണ്, അവിടെ എമർജൻസി വാർഡ് മാത്രമേ ഉള്ളൂ, എമർജൻസിയിൽ മാത്രമേ ഡോക്ടേഴ്സ് ഉള്ളൂ, വേറെ എങ്ങുമില്ല. പക്ഷെ അന്ന് കൃത്യം പോലെ എമർജൻസിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ കാർഡിയോളജി സ്പെഷ്യലിസ്റ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പേഷ്യൻറ്റിനെ സ്പെഷ്യലി സമയമെടുത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി അദ്ദേഹം എമർജൻസി റൂമിൽ കൊണ്ടിട്ട് എല്ലാ എക്യുപ്മെൻസും വെച്ച് ചെക്ക് ചെയ്ത് അയാൾ അങ്ങോട്ട് എഴുന്നേക്കുകയുമാണ് ഇദ്ദേഹത്തെ കൊണ്ടുവന്നത്. ഇദ്ദേഹത്തെ കണ്ടു ടെലസ്കോപ്പ് തൊട്ടേച്ച് ഡോക്ടർ അപ്പോഴേ പറഞ്ഞെന്ന് പറഞ്ഞ് ECG കണക്ട് ചെയ്യാൻ. ECG കണക്ട് ചെയ്തേച്ച് പറഞ്ഞു, ഇത് അക്യൂട്ട് സ്റ്റേജാണ്, നേരെ ICUയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തോളാൻ പറഞ്ഞു. മറ്റ് ഡോക്ടേഴ്സിനെ വിളിപ്പിച്ചു. തന്നെ ICU കയറ്റി. അദ്ദേഹം പറയുന്നത്, അടുത്ത മിനിറ്റിൽ ഞാൻ കാണുന്നത് എൻ്റെ ശരീരത്തിൻ്റെ വെളിയിൽ ഞാൻ തന്നെ വന്ന് തൻ്റെ ഭിത്തിയെ ചാരി നിൽക്കുന്നു. ഇതിനെ OB എന്ന് വിളിക്കും, ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്. ഒരു മനുഷ്യൻ്റെ മരണസമയത്ത് ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ ഒന്നാണ്. ശാസ്ത്രത്തിൽ ഇതിന് തെളിവുണ്ട്, ഞാൻ അങ്ങോട്ട് തിരിയുന്നില്ല. ഭിത്തിയെ ഞാനിങ്ങനെ ചാരി നിൽക്കുന്നതായിട്ട് കണ്ടു. എൻ്റെ ചെള്ളയ്ക്കാരോ ശക്തമായി അടിക്കുന്നു. വന്ന ഒരാൾ പെട്ടെന്ന് എൻ്റെ ഫയലെടുത്ത് പേര് നോക്കി വെച്ചാൽ പേര് വിളിക്കുന്നു, ചെള്ളയ്ക്ക് അടിച്ചുകൊണ്ട്. നെഞ്ചത്താരണ്ട് ഇടിക്കുന്നു, എന്തൊക്കെയോ നടക്കുന്നു. എന്നെ കിട്ടി ഇത്രയും ഉപദ്രവിച്ചിട്ടും എനിക്കൊരു സങ്കടമൊന്നും തോന്നിയില്ല. ഞാൻ അങ്ങനെ അനങ്ങാതെ നിന്നു. പെട്ടെന്ന് എങ്ങോട്ട് പോയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല, ബോധം മറഞ്ഞു. പിന്നെ എനിക്ക് ബോധം വീണു. ബോധം വീണ സമയത്ത് എൻ്റെ നെഞ്ചത്ത് മുഴകളുണ്ട്. ഞാൻ ഡോക്ടറോട് ചോദിച്ചത് എന്തോ എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ, ഇടയ്ക്ക് ഹാർട്ട് ഒന്ന് നിന്നു പോയായിരുന്നു, അതുകൊണ്ട് ഒരല്പം ശക്തിയിൽ ഇടിക്കേണ്ടി വന്നതാ, അതങ്ങ് പോക്കോളൂ ഒരു ദിവസത്തേക്കകം. ഡോക്ടർ ഇതിൻ്റെ താഴെ കരിഞ്ഞതുപോലെ തോന്നുന്നു, അതൊരു ഷോക്ക് തരേണ്ടി വന്നു, അതൊക്കെ 2 ദിവസത്തേക്ക് അങ്ങ് മാറിക്കോളും, കുഴപ്പമില്ല, നീ രക്ഷപ്പെട്ടല്ലോ. ഇമ്മീഡിയറ്റ്ലി ഒരു ആൻജിയോഗ്രാമിന് പോകണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കതിന് പോകാൻ കഴിഞ്ഞില്ല. കുറച്ച് മരുന്നുകൾ മാത്രം എടുത്തു. പക്ഷേ അവിടുന്ന് വന്നതാ, കർത്താവ് വെടിവെച്ചു. നിങ്ങൾക്കിത് മനസ്സിലായോ? നിൽക്കട്ടെ. ചൊവ്വാഴ്ചയായിരുന്നു ഈ സംഭവം. ചൊവ്വാഴ്ച തന്നെ ഈ നെക്സ്റ്റ് സെക്ഷനിൽ, നേരെ അടുത്ത സെക്ഷനിൽ ഞാൻ മിനിസ്ട്രി ചെയ്യാൻ കയറി. തേണ്ട എൻ്റെ നെഞ്ചിന് താഴെ ഒരു ഹെവിനെസ് ഇച്ചിരി വർദ്ധിച്ചു. എനിക്ക് ശബ്ദം എടുക്കാൻ വയ്യെന്നായി. ഞാൻ ഓർത്തങ്ങ് മാറിയിരുന്നാലോ, പുഷ്പഗിരി കൊണ്ടു ഇവിടെ അങ്ങ് നിന്നാലോ, ചത്തങ്ങ് താഴെ വീഴും, കൂടിയാൽ അതിൽ കൂടുതൽ വരത്തില്ലല്ലോ. ഞാനൊന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ ഈ സിംറ്റംസിനെ ജയിക്കുന്ന മറ്റൊരു മണ്ഡലത്തിൽ എന്നെ കയറ്റിയാൽ കൊള്ളാം. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ, ഞാൻ ദൈവവചനം സംസാരിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു, ഈ ദിവസങ്ങളിൽ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ശക്തിയേറിയ ഒരു ഉണർവ് മുമ്പിലുണ്ടെങ്കിലും പിശാച് പലതും പ്ലാൻ ചെയ്യും. അതിനകത്ത് ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്, പിശാച് കൊണ്ടേ പോകത്തുള്ളെന്ന് പറഞ്ഞ് നിൽക്കുക. ഇതൊക്കെ എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. പറഞ്ഞ്, കർത്താവേ അതിനപ്പുറത്ത് അങ്ങയുടെ ബലം, ഞാൻ ഈ മീറ്റിങ്ങിന് ഇടയ്ക്ക് ഇത് നിർത്തി എന്ന് പറഞ്ഞാൽ അങ്ങേക്കും കൂടെ നാണക്കേടാ. അതുകൊണ്ട് അത് വരാതെ ഇതങ്ങ് കണ്ടിന്യൂ ചെയ്യണം. ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ആരോഗ്യത്തോടെ ഇവിടം വരെ വന്ന് നിൽക്കാൻ കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം. നമുക്കെതിരെ പലതും വരും, നമ്മളതിനെ ജയിക്കുവാൻ ആത്മമണ്ഡലത്തിലേക്ക് കയറണം. ഞാൻ അടുത്ത ഒരു കാര്യം കൂടെ പറയും. ഇന്ന് പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കും, അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഞാൻ അടുത്ത വേറൊരു മണ്ഡലത്തിലേക്കും കൂടെ കയറാൻ പോകുക, ഒരു ഇൻസിഡൻറ്റ് പറയാൻ പോവുകയാണ്. ഡോക്ടർ ജോൺ ഓസ്റ്റിൻ അവർ ജീവനോടിരുന്ന കാലം താൻ പറഞ്ഞ ഒരു സംഭവമാണ്.
ജോൺ ഓസ്റ്റന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളെക്കുറിച്ച് തന്നെ പരിചയം ഉണ്ടായിരുന്നവരെല്ലാം കൂടെ ഓരോ അഭിപ്രായങ്ങൾ എഴുതി തൻ്റെ പുസ്തകത്തിലിടണം, തന്നെക്കുറിച്ച് എഴുതുന്ന പുസ്തകത്തിലിടണം എന്ന് പറഞ്ഞ് ഞാനും എഴുതിയ അഭിപ്രായം തൻ്റെ ലാസ്റ്റ് ബുക്കിനകത്ത് കിടപ്പുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് എനിക്കറിയാം എന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ അറിയുമായിരുന്നു. ഡോക്ടർ ജോൺ ഓസ്റ്റൻ ഒരിക്കൽ പറഞ്ഞ ഒരു സംഭവമാണ്. ഒരു സ്ഥലത്ത് ഒരു പ്രവാചകി തന്നോടൊരു ദൂത് പറഞ്ഞു, ഈ വർഷം ഇത്രാമത്തെ മാസം ഇത്രാം തീയതി നീ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോകും. സത്യത്തിൽ അദ്ദേഹത്തിന് അന്നൊരു കൺവെൻഷനുണ്ട്. ആ മീറ്റിങ്ങിന് പോകുന്ന വഴിക്ക് ഒരു പ്രൊപ്പല്ലറുള്ള ഫ്ലൈറ്റിലായിരിക്കും നീ യാത്ര ചെയ്യുന്നത്. ആ ഫ്ലൈറ്റ് വഴിയിൽ വെച്ച് കേടാകും, എൻജിൻ ഫെയിലായി താഴെ വീണിച്ചാകും എന്ന് ഒരു ദൂതെടുത്തു. കൺവെൻഷന് പോകണമെന്നും പറഞ്ഞില്ല, പോകണ്ടെന്നും പറഞ്ഞില്ല. കൃത്യം പോലെ ആ ദിവസം അദ്ദേഹത്തിന് ഫ്ലൈറ്റിൽ യാത്രയുണ്ട്. പക്ഷേ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഏത് പ്ലെയിനിലാണ് പോകുന്നതെന്ന് ടിക്കറ്റിൽ എഴുതി കൊടുക്കും. അത് ജെറ്റ് പ്ലെയിനിലാണ് പോകുന്നത്, പ്രൊപ്പല്ലറിലല്ല. അപ്പോൾ ഈ ദൂത് ശരിയായില്ലല്ലോ എന്ന് കണ്ട് അദ്ദേഹം അങ്ങ് സമാധാനിച്ചു. ഈ പ്രൊപ്പല്ലർ ഉള്ളതുകൊണ്ട് പ്രൊപ്പല്ലറുള്ള ഫ്ലൈറ്റിലാണ് പോകുന്നത്, അതിൻ്റെ പ്രൊപ്പല്ലർ ഫെയിലായി, എൻജിൻ ഫെയിലായി താഴെ പോകുന്നതാണ് ദൂത് പറഞ്ഞത്. ഇത് ജെറ്റ് പ്ലെയിനിലാണ് പോകുന്നത്, അതുകൊണ്ട് ദൈവം അത് മാറ്റിയതാണ് എന്ന് മാത്രം അദ്ദേഹം കരുതി. ജോൺ ഓസ്റ്റൻ പറഞ്ഞത്, ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി ചെക്ക് ഇൻ ലൈനിൽ കയറി നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു അനൗൺസ്മെൻറ്റ്, ഒരു ജെറ്റിന് പോകാനുള്ള ആളുകളില്ല, ആളുകളുടെ എണ്ണം കുറവായതുകൊണ്ട് ATR ഫ്ലൈറ്റ് ആയിരിക്കും പോകുന്നത് എന്ന് പറഞ്ഞാൽ പ്രൊപ്പല്ലർ ഫ്ലൈറ്റ് ആയിരിക്കും പോകുന്നത് എന്ന്. പ്രൊപ്പല്ലർ ഫ്ലൈറ്റില യാത്ര. ചങ്കിടിച്ചു, എടാ ഇക്കൈക്ക് താഴെ പോവും. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഈ സാഹചര്യത്തെ ജയിക്കുവാൻ ഒരധികാരവുമായി ആ കൺവെൻഷന് പോകണം. ഈ സാഹചര്യത്തെ ജയിക്കുവാൻ ഒരധികാരവുമായി അദ്ദേഹം പറഞ്ഞു, ആ ഫ്ലൈറ്റ് ഞാനിവിടെ കയറുന്ന കാരണത്താൽ അത് സേഫായിരിക്കുവാൻ അതിൻ്റെ എൻജിൻ ഫെയിലാകാതിരിക്കട്ടെ. അന്തരീക്ഷത്തിൽ ഉയർന്നു, പൈലറ്റ് ഡിക്ലെയർ ചെയ്തു എൻജിൻ ഫെയിലിയർ. അറിയപ്പെടുന്ന അവനവൻ്റെ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചു, വി ആർ ഹാവിങ് എമർജൻസി എൻജിൻ ഫെയിലിയർ. അടുത്ത 1/2 മിനിറ്റിനകം അദ്ദേഹം പറഞ്ഞു ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ചെയ്ത്. ATR ഒക്കെ ഡ്രോപ്പ് ചെയ്താൽ ഇരിക്കുന്നവർക്കറിയാം തമാശ. നേരെ വായുവിൽ നിന്നെടുത്ത് താഴെ കളയുന്ന പോലെ തോന്നും. ഓക്കെ, ആ വരുന്ന വരവിന് വീണ്ടും അനൗൺസ് ചെയ്തു, എൻജിൻ തന്നെ സ്റ്റാർട്ട് ചെയ്തു. കൺവെൻഷന് പോയി ഇറങ്ങി. അതൊരു അനുഗ്രഹമായിരുന്നു. നമുക്ക് പ്രതികൂലമായി പലതും വരും. ചിലതിനെ ശാസിച്ച് നിർത്തുവാൻ, ഇന്നത്തെ പ്രാർത്ഥനയുടെ ഫോക്കസ് അതാ, ചിലതിനെ ശാസിച്ച് നിർത്തുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് പലതിൻ്റെ മേലും തമ്പുരാൻ അധികാരം തന്നിട്ടുണ്ട്. ഇന്ന് അധികാരം അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഞാൻ അടുത്ത 1 മാസം ശിഷ്ട ഇവിടെ ഇല്ലാത്തത് കൊണ്ടും കൂടെയാണ് ഇന്ന് ഇത്രയും ഗൗരവമായിട്ട് നിൽക്കുന്നത്. സുനിൽ ഇന്ന് ഒരു പാസ്റ്റർ നോബൽ പി തോമസിൻ്റെ ചർച്ചിലെ ഒരു മീറ്റിങ്ങിന് പോയിരിക്കുക. നമ്മൾ ഇവരെയൊക്കെ വിളിക്കുമ്പോൾ അവർ ഇങ്ങോട്ട് വരും. അവർ വിളിക്കുമ്പോൾ ഇടയ്ക്ക് നമ്മളോടൊക്കെ പോയില്ലെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ അവരും വരാതൊക്കെ ഇരിക്കും. അങ്ങനെ ചെയ്യരുതെന്നാണ് ഞാനും പൊതുവേ ചെയ്യാറില്ല. എന്നിരുന്നാലും മനുഷ്യനല്ലേ, അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹായമായി മാറണം. അതുകൊണ്ടാണ് ഇന്ന് അവൻ പോയത്. അല്ലെങ്കിൽ ഞാനിവിടുന്ന് പോകുന്ന സാഹചര്യത്തിൽ അവനെ പോകേണ്ടതല്ല. ഫൈൻ. കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഈ വർഷം ജനുവരിയിൽ ഒരു ദൈവദാസനുമായി ഒരുമിച്ച് പ്രാർത്ഥിക്കാനിരുന്നു. ഞാൻ സാധാരണ വിളിക്കുന്നയാളല്ല, നല്ല ദൂതാന്നൊക്കെ എനിക്കറിയാം. പക്ഷെ വേറെ ചില കാരണങ്ങൾ എനിക്ക് തോന്നുന്നത് കൊണ്ട് ഞാൻ ആ മനുഷ്യനെ നമ്മുടെ ചർച്ചിലോട്ട് വിളിക്കാറില്ല. അതിൻ്റെ അർത്ഥം എനിക്ക് വിരോധമാണെന്നൊന്നുമല്ല. ഞങ്ങൾ തമ്മിൽ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു. ഈ ജനുവരിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, മാർച്ച് മാസം മുതൽ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും, അത് ജൂൺ വരെ പോകും. ജൂലൈ മാസം മുതൽ ചർച്ചിൻ്റെ അടുത്ത മണ്ഡലത്തിലേക്ക് ശുശ്രൂഷയിൽ ആത്മീയത്തിൽ കയറിയിരിക്കും. വർഷത്തെ 2 തിരിക്കും. അത് ഒത്തിരി പേര് പറഞ്ഞ ദൂത. വർഷത്തെ 2 തിരിക്കും. ആദ്യത്തെ പകുതിയേക്കാൾ രണ്ടാമത്തെ പകുതി വളരെ കൂടെ മേളിലായിരിക്കും. മാർച്ച് മാസം മുതൽ ആരംഭിക്കുന്ന ചേഞ്ചിൽ ഒന്ന്, നിന്റെ വാഹനം മാറും. അതിനു മുമ്പേ ഒരാൾ എന്നോട് ദൂത് പറഞ്ഞു, ഒരു ഗോൾഡൻ കളറുള്ള ഇനോവ കാർ വീടിൻ്റെ മുമ്പിൽ കിടക്കുന്നത് കാണുന്നു പാസ്റ്ററെ, ഉടൻ കാർ വാങ്ങി. ഞാൻ പറഞ്ഞ ചുമ്മാ വെളിപ്പാടങ്ങ് വിട്ടേക്ക്, വാങ്ങിയില്ല. കാര്യം എനിക്കത് വേണ്ട, പിന്നെ എന്നെ എടുക്കാൻ. അതുകൊണ്ടാണ് ലക്ഷറി താല്പര്യമില്ലാത്തത് കൊണ്ട് ഇറ്റ് വോണ്ട് ഹാപ്പൻ. എൻ്റെ കാഴ്ചപ്പാടാതാ, അന്നും ഇനിയും തുടരണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാനത് ദൂത് അങ്ങനെ നിരസിച്ചു. ഈ മനുഷ്യനോട് പറഞ്ഞു, മാർച്ച് മാസത്തിൽ വാഹനങ്ങൾ മാറും. ഞാനത് ഏറ്റെടുത്തില്ല, തള്ളിയില്ല. എനിക്ക് വാഹനം മാറുന്നതിനകത്ത് ഒരു വിരോധവുമില്ല. ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങിക്കാമെന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. അത് പോട്ടെ. ലീഡർഷിപ്പിൻ്റെ ഇടയിൽ പ്രശ്നം ഉണ്ടാകും, ആക്സിഡൻറ്റും മരണവും ഉണ്ടാകും. മാർച്ചിൻ്റെ ചരിത്രമാണ്. ആക്സിഡൻറ്റും മരണവും ഉണ്ടാകും. ആഭിചാര ശക്തികൾ സഭയെ തുരത്തേണ്ടതിന് വേണ്ടി എല്ലായിടത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിച്ചോണം. റീഷഫ്ലിംഗ് നടക്കും, ചേഞ്ചസ് നടക്കും, ലീഡർഷിപ്പിൽ നടക്കും, ഭൗതികത്തിൽ നടക്കും, ആത്മീയത്തിൽ നടക്കും, എല്ലായിടത്തും നടക്കും. ഞാൻ അന്നു മുതൽ വളരെ ഗൗരവമായി ചർച്ചിൻ്റെ ലീഡർഷിപ്പിനെ ഓർത്ത് പ്രാർത്ഥിച്ചു. പക്ഷെ ലീഡർഷിപ്പ് എന്ന വാക്കുകൊണ്ട് ഞാൻ മലയാളം മാത്രമേ കണക്കിലെടുത്തുള്ളൂ. അതെൻ്റെ തെറ്റായിപ്പോയി. മാർച്ച് മാസത്തിലാണ് 2 പുതിയ വാഹനങ്ങൾ വാങ്ങിച്ചത്.
കമ്മിറ്റിയുടെ മുമ്പിൽ എല്ലാവരുടെയും മുമ്പിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഫെബ്രുവരി മാസമായപ്പോഴത്തേക്ക് ഞാൻ അതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചർച്ചിൻ്റെ വണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ആ വണ്ടി പെട്ടെന്ന് പെട്രോൾ അങ്ങ് കുടിക്കാൻ തുടങ്ങി. അങ്ങനെ അതിനെ വിളിക്കേണ്ടത്. ഒഴിച്ചാലും അതിന് തൃപ്തി വരികയില്ല, പിന്നെ ഒഴിക്കണം. എൻ്റെ ഒരു ദിവസത്തെ പെട്രോൾ എക്സ്പെൻസ് ഏതാണ്ട് 500 രൂപയ്ക്ക് അടുത്ത് നിന്നു. ഒരു ദിവസം 10 രൂപ കൂടുതലായും, പിന്നെ ഒരു ദിവസം 5 രൂപ കുറഞ്ഞെന്ന് വരും. 500 കുറയാത്ത ഒരു ഫിഗറിൽ ഒരു ദിവസത്തെ പെട്രോൾ എക്സ്പെൻസ് ഇതിനകത്ത്. ഞാനും അങ്ങ് ഫെഡപ്പായി. ഗ്യാസിൽ അത് ഓടുമായിരുന്നു, അത് ഓടുകയില്ലെന്നായി. എനിക്ക് ഗ്യാസ് അടിക്കുന്ന നമ്മുടെ ഡ്രൈവിംഗ് ഡ്യൂട്ടി ചെയ്യുന്ന സഹോദരന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാവരുടെ മുന്നിലാണ് ഞാനീ പറയുന്നത്, ഇതിനകത്ത് രഹസ്യമൊന്നുമില്ല. ബ്രദർ പീറ്റർ എന്ന് പറയുന്ന ഒരാളുണ്ട് നമ്മുടെ തമിഴ് ചർച്ചിൽ. പീറ്റർ മാരുതി കാറിൻ്റെ സർവീസിങ് സെൻറ്ററിലെ സൂപ്പർവൈസറാണ്. അദ്ദേഹം അവിടുത്തെ ഒരു VIP ആണ്. താനും തൻ്റെ ഭാര്യയും 2 പേരും അവിടെ ഉണ്ട്. അദ്ദേഹമാണ് നമ്മുടെ വണ്ടികൾ എപ്പോഴും സർവീസ് തരുന്നത്. ഞാൻ പീറ്ററെ വിളിച്ചു പറഞ്ഞു, പീറ്റർ ബ്രദറെ, ഇതിന് പെട്രോൾ ഒഴിച്ച് വല്ലാതായി, ദയവ് ചെയ്ത് ഇതിൻ്റെ എഞ്ചിനൊന്ന് ട്യൂൺ ചെയ്തതാണ്, എനിക്കറിയത്തില്ല ഇത് എന്നാണ്. അദ്ദേഹം നോക്കിയ എന്നോട് പറഞ്ഞു, പാസ ഈ വണ്ടി ഒത്തിരി ഓടിയത്, ഇനി എത്ര ട്യൂൺ ചെയ്താലും ഇത് ശരിയായിട്ട് വരാൻ പ്രയാസമാണ്. ഇപ്പോഴാണെങ്കിൽ വാങ്ങിച്ചിട്ട് 3 വർഷത്തിന് താഴെ ആയുള്ളൂ. അതുകൊണ്ട് ഇതിനൊരു എക്സ്ചേഞ്ച് ചെയ്യാം, ഇതൊന്ന് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് വേറൊരു വണ്ടി എടുക്കാൻ പറഞ്ഞു. എൻ്റെ അകത്ത് പെട്ടെന്ന് ഫ്ലാഷ് ചെയ്തു, ഡീസലാണെങ്കിൽ എനിക്ക് ഇത്രയും കാശ് മുടക്കേണ്ടി വരത്തില്ലല്ലോ. അത് സുനിൽ പറഞ്ഞ് കേട്ടതാണ്, അല്ല എനിക്കിതൊന്നും അറിയത്തില്ല. ഡീസലാണെങ്കിൽ ഇത്രയും കാശ് മുടക്കേണ്ടി വരത്തില്ലല്ലോ. ഞാൻ ചർച്ച് കമ്മിറ്റിയോട് പറഞ്ഞു, നിങ്ങൾ വണ്ടി ഇങ്ങനെ എക്സ്ചേഞ്ചിൽ എടുക്കുന്നെങ്കിൽ എനിക്ക് സന്തോഷമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഡീസൽ വണ്ടി ആയാൽ കൊള്ളാം. വണ്ടി സെലക്ട് ചെയ്തത് ഞാനല്ല, നത്തിങ്. എനിക്കൊന്ന് റോയ് ബ്രദർ ആയിരിക്കണം വണ്ടി സെലക്ട് ചെയ്ത്. റോയ് ആരും അല്ലയോ, റോയ് സെലക്ട് ചെയ്ത്. ഞാനിവിടെ ഇല്ലാത്ത സാഹചര്യത്തിൽ വണ്ടി കിട്ടി, ദൈവത്തിന് സ്തോത്രം. മാർച്ച് 1-ാം തീയതി 2 വണ്ടി വന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? മാർച്ച് 1-ാം തീയതി 2 വണ്ടി വന്നു, 1ഉം 2ഉമായിട്ട് 2 വണ്ടി വന്നു. മാർച്ച് മാസത്തിലാണ് റോബർട്ട് പാസ്റ്ററുടെ ആക്സിഡൻറ്റും സിസ്റ്റർ അമലയുടെ മരണവും. മാർച്ച് മാസത്തിൽ ഒരുപാട് ചേഞ്ച് ആരംഭിച്ചു. ആ ചേഞ്ച് ഇതുവരെ വന്നു. ഒരു വശം അതിനകത്ത് ദുഃഖിക്കുന്നെങ്കിലും മറുവശം ദൈവം നമ്മളെ കുറേ കൂടെ മേളിലോട്ട് കൊണ്ടുവന്നു. ലോകവ്യാപകമായ ഉണർവിൻ്റെ മുൻപിൽ ഒന്നുകൂടെ ഉയർത്തുവാൻ ദൈവത്തിന് കഴിഞ്ഞ 6 മാസം കൊണ്ട് തിരിഹിതമായി. 2ാമത്തെ 6 മാസം നമ്മൾ അതിനേക്കാൾ വലുതിനു വേണ്ടി എഴുന്നേൽക്കുക. എതിരുകൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. എവിടെയെങ്കിലും ദൈവം തൃക്കരം നീട്ടിയാൽ പിശാചി മിണ്ടാതിരിക്കത്തില്ല. അതിൻ്റെ അർത്ഥം പിശാചി ജയിക്കുമെന്നല്ല. കർത്താവിനോട് കൂടെ നിൽക്കുവാൻ പോർക്കളത്തിൽ നമ്മിൽ ചിലരുണ്ടെങ്കിൽ ദൈവം വിശ്വസ്തരെ തൃക്കരങ്ങളിൽ ഉപയോഗിക്കും. ദൈവം വിശ്വസ്തരെ ഉപയോഗിക്കും. ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തോടുകൂടെ നിന്നതിൽ ദൈവം മാനിക്കാത്ത ഒറ്റ വ്യക്തിയില്ല. ഞാൻ ഒന്നുകൂടെ പറയാം, ദൈവത്തോടുകൂടെ നിന്നതിൽ ദൈവം മാനിക്കാത്ത ഒറ്റ വ്യക്തിയില്ല. നമുക്ക് ദൈവത്തോടുകൂടെ നിൽക്കുവാൻ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പണ്ട് ഞാനിവിടെ പറഞ്ഞൊരു കഥയുണ്ട്. എൻ്റെ അമ്മ എൻ്റെ കൊച്ചിലെ പറഞ്ഞൊരു കഥയാണ്. ചിന്നമ്മ ഞങ്ങളുടെ കൊച്ചുമക്കളോട് പറഞ്ഞ കഥയാണ്. ഒരു കാക്കയുടെ കയ്യിൽ, ആ കാക്ക ഒരിക്കൽ പോയി ഒരു വാഴക്കയ്യെ കയറിയിരുന്നു. വാഴക്കൈ അങ്ങ് ഒടിഞ്ഞു പോയി, കാക്കയുടെ വെയിറ്റ് കൊണ്ട്. പഴയ വാഴക്കയ്യ അങ്ങ് ഒടിഞ്ഞു പോയി, വാഴയുടെ ഇല തണ്ട് അങ്ങ് ഒടിഞ്ഞു പോയി. കാക്ക കാലി തെറ്റി തറയെ വീണു. തറയെ വീണ കൂട്ടത്തിലൊരു മുള്ളുണ്ടായിരുന്നു, അതിൻ്റെ കാലിയെ കൊണ്ടു. കാക്കയുടെ കാലിയെ മുള്ളു കൊണ്ടു. കാക്ക ഇതും കൊണ്ട് കാക്ക വൈദ്യൻ്റെ അടുക്ക പോയി. വൈദ്യനാകപ്പാടെ പറഞ്ഞു, ഒരു ഗുളിക കൊടുത്തേച്ച് പറഞ്ഞു, മുള്ളു കുത്തി എടുത്ത് കളഞ്ഞേച്ച് പറഞ്ഞു, ഒരു ഗുളിക കൊടുത്തേച്ച് പറഞ്ഞു, ഇത് ഒരു കിണറിൻ്റെ അടുക്കലുള്ള കല്ലെ കൊണ്ട് വെച്ച് ഒരച്ച് കാലെ പുരട്ടിയാൽ പഴുപ്പുണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കാക്ക കൊണ്ട് കല്ലെ വെച്ച് ഒരച്ച കൂട്ടത്തിൽ ഗുളിക അങ്ങ് കിണറ്റിപ്പോയി. കാക്ക കിണറ്റിലിറങ്ങി മുങ്ങിത്തപ്പി ഗുളിക തപ്പി ചെന്നപ്പോൾ ഒരു സ്വർണ്ണക്കട്ടി കൈ കിട്ടി. കാക്ക ഈ സ്വർണ്ണക്കട്ടിയും കൊണ്ട് പോകുന്ന പോക്കിന് കണ്ട കാക്കകളെല്ലാം ചോദിച്ചു, എന്നടാന്ന് ചോദിച്ചാൽ പറഞ്ഞ് സംഭവം ഇതാന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തൊരു കാക്കയ്ക്ക് ഒരു സ്വർണ്ണക്കട്ടിയോടൊരു താല്പര്യം. അതും പോയി ഒരു വാഴക്കയ്യിലിരുന്ന് ഒടിഞ്ഞില്ല, കുത്തിയൊടിച്ചു. താഴെ വീണില്ല, ചാടി. മുള്ളുകൊണ്ടില്ല, കുത്തിക്കയറ്റി. വൈദ്യൻ്റെ അടുത്ത് ചെന്നു, ഗുളിക കൊടുത്തില്ല, തട്ടിപ്പറിച്ചു. കൊണ്ടവെച്ച് ഒരച്ചു, കിണറ്റിപ്പോയില്ല, തള്ളിയിട്ടു. ഇറങ്ങിച്ചെന്ന് തപ്പിയപ്പോൾ കിട്ടിയത് ഏതാണ്ട് അഴുക്ക. കൊത്തിക്കൊണ്ട് പോകാൻ വയ്യാത്ത അഴുക്ക്, നാർന്നതാണ് കിട്ടിയത്. വേറൊരാളിനെ ദൈവം അനുഗ്രഹിച്ചത് കൊണ്ട് ആ അനുഗ്രഹം എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഒരുത്തൻ പോയാൽ നടക്കുകയില്ല. കാര്യം നമ്മുടെ ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ സ്വഭാവം ഇതാന്ന് അറിഞ്ഞുകൊണ്ട് എനിക്ക് ദൈവത്തെ സേവിക്കണം എന്ന തീരുമാനത്തിൽ ഇറങ്ങിയാൽ ഒറ്റയാളിനെ അനുഗ്രഹിക്കാൻ വിടത്തില്ല. ഞാൻ ഒന്നുകൂടെ പറയാം, മറ്റൊരാളിനെ ദൈവം അനുഗ്രഹിച്ചത് കണ്ടുകൊണ്ട് എനിക്കും കൂടെ ഇതൊന്ന് വേണം എന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെയ്താൽ അത് ആത്മാർത്ഥതയെന്നല്ല. ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സേവിച്ചതിൽ മാനിക്കപ്പെടാത്ത ഒറ്റയാളില്ല. വർഷങ്ങൾ ചിലത് എടുത്തേക്കാം, കാലങ്ങൾ പലത് പോയേക്കാം. ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളും ഞാനും പ്രാപിക്കും. എനിക്ക് പ്രായമായി 66 വയസ്സായി. നിങ്ങളിൽ പലരും വളർന്നത് ഞാൻ കണ്ടു. ഞാൻ വളർന്നത് നിങ്ങളിൽ പലരും കണ്ടു. ഇനിയും പലരും കൂടെ വളരുന്നത് ഈ കണ്ണടയുന്നതിന് മുമ്പേ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യമായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇനിയും നമ്മിൽ പലരും അനുഗ്രഹിക്കപ്പെടുന്നത് നാം അന്യോന്യം കാണും.
ഇതിൻ്റെ എല്ലാം കാരണം നാം ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിക്കുക. അടുത്ത ഒരു മാസത്തിന് മേളിൽ 2 മാസത്തിന് താഴെ ഞാനിവിടെ കാണത്തില്ലായിരിക്കും. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടാകട്ടെ. കർത്താവേ, എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ദൈവത്തോടും ദൈവസഭയോടും ദൈവവേലയോടും സഹകരിക്കും. ചില്ലറ പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കട്ടെ. എമേവരീസ് വന്ന ശേഷം നമുക്ക് തപ്പാം. അതുവരെ അവിടെ ഇരിക്കട്ടെ എന്ന് വെക്കാൻ. കാര്യം വളർച്ചയുടെ രംഗത്ത് ഞാൻ സത്യം 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 ഇന്നിങ്ങോട്ട് വന്നപ്പോൾ ചിന്നമ്മയോട് പറഞ്ഞു, എനിക്ക് എന്തോ അങ്ങ് ഫീൽ ചെയ്യുന്നു ഇപ്രാവശ്യം പോകുന്നത്. പക്ഷേ എനിക്കിനി ഒന്നും ചെയ്യാനൊക്കത്തില്ല. തിങ്സ് ആർ ഓൾറെഡി സെറ്റിൽഡ്. എല്ലാ രാജ്യങ്ങളിലും നോട്ടീസ് അടിച്ചു, എല്ലായിടത്തും പരസ്യമായി. എനിക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല, പോകാതിരിക്കാൻ ഒക്കത്തില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ ഒന്നും സംഭവിക്കാതെ ഞാൻ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുമെന്ന് എല്ലാവരും ഒരു തീരുമാനമെടുക്കുവാൻ. നമ്മുടെ ചർച്ച് കമ്മിറ്റിയൊക്കെ ദേ ആർ വെരി സ്ട്രോങ്. ദൈവത്തിൻ്റെ കൃപയാൽ വിവരമുള്ളവരും കഴിവുള്ളവരുമായ ആളുകളെ ദൈവം സഭയ്ക്ക് തന്നു. അപ്പം നമ്മളും അവരോട് സഹകരിക്കുമെങ്കിൽ എനിത്തിങ് ക്യാൻ ബി സോൾവ്. എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. അങ്ങനെ ദൈവത്തിന് വേണ്ടി നിന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പോകുന്നതിനേക്കാൾ അനുഗ്രഹമായി തിരിച്ചു വന്നിത് കാണാൻ കർത്താവ് എനിക്ക് കൃപ തരും. ഞാൻ പോകുന്നതിനേക്കാൾ ഇത് അനുഗ്രഹമായി കാണുവാൻ കർത്താവ് എനിക്ക് കൃപ തരും. നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കണം. എനിക്കൊരു ഐപാഡ് ഒരാൾ വാങ്ങിച്ചു തന്നു. എനിക്ക് ആ സാധനം ഉപയോഗിക്കാൻ അധികം അറിയത്തില്ലേലും ഒന്ന് റെക്കോർഡ് ചെയ്യാൻ നോക്കി, അങ്ങ് ഒത്തു. ഒരിക്കൽ ഒരാൾ എന്നോടൊരു ദൂത് എടുത്തു. ആ ദൂത് ഞാൻ ഐപാഡ് റെക്കോർഡ് ചെയ്തു. കാര്യം ഇച്ചിരി വലിപ്പമുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. 1-2 കാര്യങ്ങൾ പൊതുസ്ഥലത്തൊന്ന് പറയുന്നത് കൊള്ളാം എന്നെനിക്ക് തോന്നുന്നു. ഈ ചർച്ചിന് മാത്രം ബാധകമല്ല, ഭൂമിയിൽ എല്ലായിടത്തും എന്നെ കേൾക്കുന്ന എല്ലാവരും, ശുശ്രൂഷയിൽ നിൽക്കുന്നവരും കർത്താവിൻ്റെ വേലയിൽ നിൽക്കുന്നവരും അല്ലെങ്കിൽ ചർച്ചിൻ്റെ ലീഡർഷിപ്പിലുള്ളവരും കടം വാങ്ങിയെന്നോ കടം ചോദിച്ചെന്നോ കേൾക്കരുത്. യജമാനന് നാണക്കേട. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? ദൈവം എനിക്ക് തന്നില്ലേ പട്ടിണി കിടന്ന് ചാകും, ആരെങ്കിലും കുഴിച്ചിട്ടോളും, ഡോണ്ട് വരി. പക്ഷെ ഞാൻ കടം ചോദിക്കരുത്, ചോദിക്കത്തില്ല. അഥവാ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു ദിവസം കൊണ്ട് തരാം എന്ന് പറഞ്ഞ് വാങ്ങിയെങ്കിൽ 12 മണിക്കൂറിന് കൊടുത്തിരിക്കണം. ഒരാഴ്ച കൊണ്ട് തരാം എന്ന് പറഞ്ഞ് വാങ്ങിയെങ്കിൽ, വാങ്ങിച്ചു പോയെങ്കിൽ 3-4 ദിവസത്തേക്ക് കൊടുത്തിരിക്കണം. വാക്ക് മാറരുത്. നമ്മുടെ ദൈവം വാക്ക് മാറുന്നവനല്ല. നാം വാക്ക് മാറരുത്. ആരും തന്നെ കടം കൊടുക്കരുത്. ചർച്ചിനകത്ത് കടം കൊടുപ്പും കടം വാങ്ങരുത്. നോ, ഇത് ദൈവസഭയാണ്. ഇത് ഈ ബിസിനസ് സെൻ്റർ അല്ല. ദൈവത്തിൻ്റെ ആലയത്തെ ബിസിനസ് സ്ഥലമായി മാറ്റരുത്. നമ്മളത് വളരെ ഗൗരവമായിട്ടൊന്ന് ഓർക്കണം. ഞാൻ വരുന്ന ആഴ്ച ഇവിടെ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ ആഴ്ച ഇത് പറയുന്നതിനകത്ത് എനിക്ക് ദുഃഖമുണ്ട്. പക്ഷേ ഞാൻ സത്യം പറയാം, ആ ദൂത് ഞാൻ മായ്ച്ചിട്ടില്ല, നിങ്ങളാരെയും കേൾപ്പിക്കത്തുമില്ല. കാര്യം ഇതിനകത്തിരിക്കുന്ന പലരുടെയും പേരുകൾ നല്ല കാലത്തിനകത്തുണ്ട്. ഒത്തിരി പേരുടെ പേരുകൾ അതിനകത്തുണ്ട്. അതുകൊണ്ട് ഞാൻ ആരെയും കേൾപ്പിക്കത്തില്ല. പക്ഷെ ദൈവം പലതും മുന്നറിയിക്കും. ആരെങ്കിലും ഒരു പ്രതിനിധി അതുപോലെ പേരാരോടും പറയാത്ത വിശ്വസ്തനായ ഒരാളിനെ വെച്ചാൽ ഞാനത് അദ്ദേഹത്തെ കേൾപ്പിക്കും. എൻ്റെ ഇരിപ്പുണ്ട്, കളഞ്ഞിട്ടില്ല, ഉടനെ ഞാൻ കളയത്തുമില്ല. നമ്മളെ ദൈവം ഏൽപ്പിച്ച വിശ്വസ്തത പാലിക്കുവാൻ സൂക്ഷിക്കപ്പെടാം. സഭ പുറകോട്ട് പോകാതെ വളർത്തിക്കൊണ്ടുവരുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ദൈവം ഏൽപ്പിച്ച പ്രിൻസിപ്പിളുകളുടെ നടുവിൽ നമുക്കൊന്ന് നിൽക്കാം. ഇത്രയും പറഞ്ഞേച്ച് ദൈവവചനത്തിലേക്ക് തിരിയാം. ഒടുവിൽ പ്രാർത്ഥിച്ച് അല്പസമയം എടുത്ത് പ്രാർത്ഥിച്ച് നമ്മൾ നിർത്തും. BSc നഴ്സിങ്ങിന് പരീക്ഷയ്ക്ക് പോകുന്നവരും പരീക്ഷ എഴുതിയവരും റീകൗണ്ടിങ്ങിന് കൊടുത്തവരും ഒത്തിരി കാറ്റഗറിയുണ്ട്. നമ്മൾ മുമ്പേ എടുത്തു പറഞ്ഞവർ ഇന്ന് നിങ്ങളെ പ്രത്യേകിച്ച് ദൈവസന്നിധിയിൽ കൊടുക്കണം. കർത്താവ് നിങ്ങളെ ഇന്ന് മാനിക്കുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. നമുക്ക് ഈ സമയത്ത് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന സമയം എഫെസ്യ ലേഖനത്തിൽ നിന്ന് 6-ാമത്തെ അധ്യായം അതിൻ്റെ 10 മുതൽ 20 വരെയുള്ള വാക്യം തമ്പി ബ്രദർ മുന്നോട്ട് വന്ന് മൈക്കിലൂടെ വായിച്ചു കൊടുക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ബൈബിളിലുള്ള എല്ലാവരും കയ്യിലെടുത്താട്ടെ. അദ്ദേഹം നേരെ വായിക്കുമോ വാക്യപ്രതിവാക്യം വായിക്കുമോ തമ്പി ബ്രദറിൻ്റെ തീരുമാനമാണ്. ഇഷ്ടംപോലെ എല്ലാവർക്കും ചേർന്ന് എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബദലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ട് നിൽപ്പീൻ.
രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ. ദൈവം തൻ്റെ അനുഗ്രഹം തൻ്റെ വചനത്തോട് ചേർക്കട്ടെ. ദയവായി ഇരുന്നാൽ ഈ വേദഭാഗമാണ് ഇന്ന് അടിസ്ഥാനപരമായി മെസ്സേജിന് വേണ്ടി എടുക്കുന്നത്. ഇത് എഴുതിയ സാഹചര്യം എന്ത് എന്ന് ആദ്യം ഒന്ന് തൊടാം. അപ്പോസ്തലനായ പൗലോസ് പലപ്പോഴും കാരാഗ്രഹങ്ങളിൽ കിടന്നിട്ടുണ്ട്. സുവിശേഷത്തിന് വേണ്ടി താൻ കാരാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെട്ടു. അങ്ങനെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ എന്തുകൊണ്ടായിരുന്നു തന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്? തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ തമ്പുരാൻ പറഞ്ഞ ഒന്ന്, എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും മുൻപാകെ എത്തിക്കേണ്ടതിന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാണിവൻ. അങ്ങനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രത്തെ രാജാക്കന്മാരുടെ അടുക്കലേക്ക് അയക്കേണ്ടതിന് ദൈവം ഉപയോഗിച്ച ഒരു മെത്തേഡായിരുന്നു തൻ്റെ അറസ്റ്റ് ചെയ്യപ്പെട്ടവനായി വിധി പ്രസ്താവിക്കേണ്ടതിന് വേണ്ടിയാണ് താൻ ശ്രേഷ്ഠ രാജാക്കന്മാരെ, റോമിലെ ചക്രവർത്തിയെയൊക്കെ മുഖാമുഖം കണ്ടത്. ദൈവത്തിൻ്റെ വചനം അവിടം വരെ എത്തിക്കേണ്ടതിന് അദ്ദേഹത്തിന് ഈ പ്രശ്നങ്ങൾ സഹിക്കേണ്ടതായി വന്നു. ഇവിടെ ഞാനൊരു മറുവശം പറയാം. ദൈവത്തെ സേവിക്കുന്നവർക്ക് പ്രശ്നത്തിലൂടെ ആണോ ദൈവത്തെ സേവിക്കേണ്ടത്? അല്ല. പക്ഷേ ഈ ജഡത്തിൽ വിതച്ചത് ജഡത്തിൽ കൊയ്യുക എന്നത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. ഇതിനകത്തിരിക്കുന്നതിൽ ഇതുവരെയും പാപത്തിൽ അകപ്പെടാത്ത, ദോഷത്തിൽ പോകാത്ത കുഞ്ഞുങ്ങൾ എന്നെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ജഡത്തിൽ വിതച്ചത് ജഡത്തിൽ കൊയ്യുക എന്നത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. ദൈവസഭയ്ക്ക് നേരെ കുലനിശ്വസിച്ചുകൊണ്ട് സ്തേഫാനോസിനെ കൊല്ലുവാൻ ആളുകളോട് ആലോചന ചോദിച്ചപ്പോൾ അനുമതി നൽകിയവരിൽ ഒരുവനായിരുന്നു ശൗൽ. ശിഷ്യന്മാരെ പിടിച്ചുകെട്ടി അറസ്റ്റ് ചെയ്യുവാനും കഴിയുമെങ്കിൽ തുറങ്കലിൽ അടയ്ക്കുവാനും കൊല്ലുവാനും തയ്യാറായി ഇറങ്ങിത്തിരിച്ച ഇദ്ദേഹം ജഡത്തിൽ വിതച്ചത് ജഡത്തിൽ കൊയ്താൽ അത് തെറ്റല്ല. അതുകൊണ്ട് ദൈവം അതിന് അനുമതി കൊടുത്തു. അപ്പോസ്തലന്മാരുടെ ചരിത്രമെടുത്താൽ യോഹന്നാൻ അപ്പോസ്തലനാണ് സ്വാഭാവിക മരണം ലഭിച്ചത്. മറ്റു പലരും ചെയ്തതിന് തക്കവണ്ണം ജഡത്തിൽ പ്രാപിച്ചു. പക്ഷേ എന്നെ ഇപ്പം നേരിട്ടൊരാൾ പിടിച്ച് കീറാൻ വരികയാണെങ്കിൽ, കുത്തി കീറാൻ വരികയാണെങ്കിൽ എനിക്ക് വേദന എടുക്കും. എനിക്ക് വേദന ഉണ്ടാകാതിരിക്കുവാൻ ഡോക്ടേഴ്സ് ആണെങ്കിൽ എനിക്കൊരു അനസ്തഷ്യ തരും, എന്നെ ഒന്ന് മയക്കിയേച്ച് അവരെ സർജറി ചെയ്യും. എൻ്റെ ഹാർട്ടിന് കേടുണ്ടെങ്കിൽ ഇല്ല, സ്തോത്രം. എൻ്റെ എവിടെയെങ്കിലും കേടുണ്ടെങ്കിൽ ഒരു സർജറിയിലൂടെ അത് എടുത്തു കളയണം എന്ന് ഡോക്ടർക്ക് തോന്നിയാൽ ഞാൻ ഡോക്ടറോട് വേണ്ടാന്ന് പറയത്തില്ല. ബോധമുള്ളവനാണെങ്കിൽ അങ്ങനെയായിട്ട് ഡോക്ടർ എന്ന് പറയും. ഒരു അനസ്തഷ്യയ്ക്ക് ശേഷം എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ ട്രീറ്റ് ചെയ്ത് നേരെയാക്കണമെങ്കിൽ ആ വേദന അറിയാത്ത ഒരു ഷേപ്പിൽ എന്നെ കൊണ്ടയാക്കണം. ഞാനിതിന് മുമ്പ് ചർച്ച തന്നെ തൊട്ടിട്ടുണ്ട്. വിശുദ്ധ പത്രോസിനെ പിടിക്കുന്ന അന്ന് തമ്പുരാൻ പത്രോസിനോട് പറഞ്ഞ വാചകം, വാ ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. പത്രോസിൻ്റെ അന്തിമത്തിൽ തല കീഴായി കുരിശിച്ചു കൊന്ന ഇവൻ്റെ അവസാനമെന്നുള്ളത് ദൈവത്തിന് അറിയാം. പക്ഷെ പത്രോസിനെ ഇങ്ങോട്ട് വിളിച്ച് അന്ന്, വാ നിന്നെ തല കീഴായി കുരിശിക്കാമെന്ന് പറഞ്ഞ പുള്ളി ജീവനും കൊണ്ട് ഓടും, നിൽക്കില്ല. എന്നാൽ അത് ഏറ്റെടുക്കത്തക്ക ഒരു ആത്മീക നിലവാരത്തിൽ തന്നെ കൊണ്ടുവരുന്നത് വരെ നടത്തിയ ശേഷം താൻ ആ അനുഭവത്തിലൂടെ കടന്നുപോയി ദൈവത്തെ പ്രസാദിപ്പിച്ചു. വിശുദ്ധ പൗലോസ് തന്നെ ഇങ്ങോട്ട് പിടിച്ച് അന്ന് ചങ്ങലയിട്ട് പൂട്ടിയാ നിന്നെ രാജാക്കന്മാരുടെ മുമ്പിൽ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. അതുകൊണ്ട് അന്ന് അതൊന്നും പറഞ്ഞില്ല. നീ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും മുൻപാകെ അറിയിക്കേണ്ടതിന് ഞാൻ തിരഞ്ഞെടുത്ത ഒരു പാത്രമാണ് എന്ന് മാത്രം പറഞ്ഞു. അവിടെ എത്തിക്കേണ്ടതിൻ്റെ വഴി തനിക്ക് സഹിക്കാവുന്ന പരുവത്തിൽ തന്നെ കൊണ്ടാക്കിയ ശേഷം, കഷ്ടതകൾ സന്തോഷമായി എണ്ണുന്ന ഒരു പരുവത്തിന് തന്നെ എത്തിച്ച ശേഷം തന്നെ കാരാഗ്രഹത്തിൽ അയച്ചു. ആ കാരാഗ്രഹം മുഖേനയാണ് താൻ പോയി രാജാവിനെ കാണുന്നതും രാജാവിനോട് സുവിശേഷം പറയുന്നതും. ഭൂലോക ചരിത്രത്തിൽ നിന്ന് പേര് മായാതെ ഭൂമിയിൽ ഏറ്റവും അധികം പ്രിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ് ബൈബിൾ. മറക്കരുത്. ഭൂലോക ചരിത്രത്തിൽ ഏറ്റവും അധികം ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടതും ഏറ്റവും അധികം പ്രിന്റ് ചെയ്യപ്പെട്ടതുമായ പുസ്തകമാണ് ഈ വിശുദ്ധ ബൈബിൾ. ഇതിനകത്തെ അതിപ്രധാന കഥാപാത്രങ്ങളിൽ ഒരുവനായി മാറുവാൻ, തലമുറകളായി ജനകോടികൾ അറിയപ്പെടുവാൻ താൻ കാരണമായി വന്നത് ഈ കാരണത്താല. ഒരിക്കലൊരു മണ്ടൻ എങ്ങാണ്ട് പോയി ആരാണ്ടെ കൊന്നു, അല്ലെ കൊല്ലാൻ ശ്രമിച്ചു. എന്താടാ ശ്രമിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞെന്ന് കേട്ടിട്ടുണ്ട്, പത്രത്തിൽ പേര് വരാനാണെന്ന്. ഒരു പരസ്യം പലർക്കും താല്പര്യമാണ്. പൗലോസ് പരസ്യത്തിൽ താല്പര്യപ്പെട്ടതുകൊണ്ടല്ല, തന്നെ ഉയർത്തുവാൻ ദൈവം തീരുമാനിച്ചു. പക്ഷെ പരസ്യത്തിൻ്റെ പിമ്പിലൊക്കെ വരുമ്പോൾ വില മുടക്കേണ്ട ഇടത്ത് മുടക്കുവാൻ താൻ തയ്യാറായി. താൻ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും
പലരും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളിൽ ചിലതിലൂടെ പൗലോസ് പോയി. താൻ തന്നെ എടുത്തു പറയുന്ന ഒരു പദമുണ്ട്, നിങ്ങൾക്ക് കഠിന ശോധനകൾ വരുമ്പോൾ ആരും നെടുവീർപ്പിട്ട് ഞെട്ടണ്ട. ഭൂമിയിൽ കഷ്ടം സഹിക്കാത്തവൻ ആരുണ്ട്? പരീക്ഷകൾ നേരിടാത്തവൻ ആരുണ്ട്? ക്രിസ്ത്യാനി തന്നെയൊന്നുമല്ല. ക്രിസ്ത്യാനികളിൽ അനേകർ ദൈവത്തിൻ്റെ കരുണയാൽ ഇന്ന് രക്തസാക്ഷികളായി മരിക്കുന്നു. പക്ഷേ കൊല്ലപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം കുറവാണെന്ന് മറക്കരുത്. രക്തസാക്ഷിയൊന്നും അല്ല, എണ്ണത്തിൽ കൂടുതൽ അപമൃത്യുവിനിടയാകുന്നത്. നമുക്ക് വരുന്നത് ഒരു ക്രെഡിറ്റായി ദൈവം അതിനെ പരിഗണിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറ്റുന്നു എന്ന് മാത്രമേ ഉള്ളതിൻ്റെ പ്രത്യേകത. തന്നെ റോമിലെ കാരാഗ്രഹത്തിൽ ബന്ധിച്ചിട്ടിരിക്കവേ, നമ്മുടെ ഭാഷയിൽ അഴി എണ്ണിക്കൊണ്ട് കിടക്കുമ്പോൾ, അവിടെ അഴിയെണ്ണലല്ല, തൻ്റെ അരയ്ക്കോ തൻ്റെ കാലിലോ കയ്യിലോ ഒക്കെ ചങ്ങലയാ. ചങ്ങല ധരിച്ചുകൊണ്ട് താൻ ഇതിൻ്റെ അകത്ത് കിടക്കുമ്പോൾ ചെയ്ത ഒരു കാര്യം കൂടെ ഒന്ന് എളുപ്പം പറഞ്ഞേക്കാം. റോമിലെ കാരാഗ്രഹത്തിൽ തന്നെ പൂട്ടിയിട്ടിരിക്കുക. അരയ്ക്കെന്നിരിക്കട്ടെ, ഒരു ബെൽറ്റ് ഒരു ചങ്ങല കെട്ടിയിട്ടുണ്ട്. റോമിലെ സിസ്റ്റം അനുസരിച്ച് ഒരു പടയാളിയെ 2 മണിക്കൂർ സമയത്തേക്ക് കാവലിനായി ഓരോ ജയിൽ പുള്ളികൾക്കും കൊടുക്കും. പ്രധാനപ്പെട്ട ജയിൽ പുള്ളികൾ ഓടി രക്ഷപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് ഒരു പടയാളിയെ കാവൽ കൊടുക്കും. ഈ കുത്തിയിരിക്കുന്ന കൂട്ടത്തിൽ പടയാളി ഉറങ്ങിപ്പോയെങ്കിൽ, ഉറങ്ങരുതെന്ന പട്ടാളത്തിൻ്റെ തത്വം, ഉറങ്ങത്തില്ല, ഉറങ്ങിപ്പോയെങ്കിലോ, ഈവൻ കൊലപ്പുള്ളി ഓടിപ്പോകാതിരിക്കേണ്ടതിന് ഇവൻ്റെ അരയിൽ കെട്ടിയിരിക്കുന്ന ചങ്ങലയുടെ മറ്റേ തുമ്പ് ഈ പടയാളിയുടെ കരിയിലും കിട്ടും. അഥവാ പടയാളി ഇരുന്നെന്ന് മയങ്ങുന്ന കൂട്ടത്തിനാണ് ഇവൻ ഓടിയതെങ്കിൽ പടയാളിയെ വലിച്ചോണ്ടേ ഓടാനൊക്കത്തുള്ളൂ, അയാൾ ഉണരും. പൗലോസ് നോക്കിയപ്പോൾ തന്നെ അല്ല കെട്ടിയിട്ടിരിക്കുന്നത്, പടയാളിയെ കെട്ടിയിട്ടിരിക്കുക. അരെ, പടയാളിക്ക് എങ്ങും പാൻ ഒക്കുകയില്ലല്ലോ. ഇവനോട് എന്നാ പറഞ്ഞാലും ഇവനെ ഓടാൻ പറ്റുകയില്ല, ഇവനെ കെട്ടിയിട്ടിരിക്കുക. പൗലോസ് ആ നേരം നോക്കി ഇവനോട് സുവിശേഷം പറഞ്ഞു. ഓരോ പടയാളിയെ കെട്ടിയിടുമ്പോഴും ആ പടയാളിയോട്, ഓരോ പടയാളിയോടും പൗലോസ് സുവിശേഷം പറയുക. അതുകൊണ്ട് താൻ അന്തിമത്തിൽ ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു, കൈസരുടെ അരമനയിലുള്ള വിശുദ്ധന്മാർ നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. എടാ, ക്രിസ്ത്യാനിയെ കൊല്ലുവാൻ പിടിച്ചു കെട്ടിയ കൈസരുടെ അരമനയിൽ വിശുദ്ധന്മാരോ? അതെ, അതിനാണ് എന്നെ അവിടെ കൊണ്ടിട്ടത്. എൻ്റെ കൂടെ കെട്ടിയ പടയാളിയെ കെട്ടിയെന്ന് ഞാൻ കരുതി, എന്നെ കെട്ടിയെന്ന് നനച്ചില്ല. ഓക്കെ, ഇദ്ദേഹം ഇതിനകത്ത് കിടക്കുന്ന സമയത്ത് ജനലഴികളിലൂടെ വെളിയിലേക്ക് നോക്കുമ്പോൾ തേണ്ടേ വെളിയിലൂടെ പട്ടാളക്കാർ മാർച്ച് ചെയ്യുന്നത് കാണാം. റോമൻ സാമ്രാജ്യത്തിൻ്റെ ബലം ആ പട്ടാളക്കാരുടെ കയ്യിലാ, ആ പട്ടാളക്കാരുടെ വാളയില, അവരുടെ പരിചയില. ഇത് കണ്ടുകൊണ്ട് അകത്ത് കിടന്ന പൗലോസ് ഒരു കൂട്ടം ക്രിസ്തീയ പടയാളികളെ എഴുന്നേൽപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു. ദൈവരാജ്യത്തിൻ്റെ മഹത്വം പ്രസ്താവിക്കുന്ന, ദൈവ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ കഴിയുന്ന ഒരു കൂട്ടം പടയാളികളെ വേണം, അത് അദ്ദേഹം തീരുമാനിച്ചു. പക്ഷേ എൻ്റെ പടയാളിക്ക് ഞാൻ എങ്ങനെ വസ്ത്രധാരണം നടത്തണം? ഇവിടുത്തെ പടയാളിക്ക് കാലിൽ ഒരു ചെരിപ്പുണ്ട്. അദ്ദേഹത്തിന് പാൻസ് കഴിഞ്ഞാൽ, അല്ലെ ഷോർട്സ് കഴിഞ്ഞാൽ, എനിക്കറിഞ്ഞുകൂടാ അന്നത്തെ വേഷം ഷോർട്സ് ആണെന്ന് തോന്നുന്നു, ഷോർട്സ് കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ ഒരു അരക്കെട്ടുണ്ട്. അദ്ദേഹത്തിന് ശത്രു ഇങ്ങോട്ട് വെട്ടിയാലും അമ്പെയ്താലും കൊള്ളാത്തതുപോലെ ഒരു പതക്കമുണ്ട്. അദ്ദേഹത്തിന് തലയിൽ ഒരു ശിരസ്ത്രമുണ്ട്, അല്ലെങ്കിൽ തല കവർ ചെയ്യുന്ന ഒരു ഹെൽമെറ്റുണ്ട്. തൻ്റെ കയ്യിൽ ഒരു വാളുണ്ട്. ഇടത്തെ കയ്യിൽ അപരൻ വെട്ടിയാൽ ഏക്കാത്തവണ്ണം പിടിക്കുവാൻ ഒരു പരിചയുണ്ട്. ഇതുമൊക്കെയായി ഈ റോമൻ പട്ടാളക്കാർ മാർച്ച് ചെയ്യുന്ന കാഴ്ച കണ്ടുകൊണ്ട് വിശുദ്ധ പൗലോസ് ഒന്ന് ആലോചിച്ചു, എൻ്റെ പട്ടാളക്കാരന്, അല്ല ദൈവസന്തതിയായി ഞാൻ പട്ടാളത്തിൽ ചേർക്കുന്നവർക്ക് കൊടുക്കേണ്ട യൂണിഫോം എന്താ? അതാണ് അദ്ദേഹം ഈ 6-ാമത്തെ അധ്യായം 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് ഒരളവിൽ വിശദീകരിക്കുന്നത്. ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ തലയ്ക്ക്, നമുക്ക് ആദ്യം മുതലൊന്ന് തുടങ്ങാം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. അതെന്താ ഈ ഒടുവിൽ എന്ന പദവുമായി ഈ പാരഗ്രാഫ് ആരംഭിക്കുന്നത്? ഈ പാരഗ്രാഫ് ഒടുവിൽ എന്ന പദവുമായി ആരംഭിക്കുവാനുള്ള കാരണം, അതിൻ്റെ മുമ്പിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ആ കാര്യങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് ഒത്തിരി ഗൗരവമായി എടുക്കുന്നില്ല, ഒന്ന് ഓടിച്ച് തൊട്ടു പോകേ ഉള്ളൂ. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. മക്കളെ, കർത്താവിന് പ്രസാദമാം വണ്ണം നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിപ്പീൻ. ഇതിനകത്ത് ചിലരുണ്ട്, സ്നാനപ്പെടാൻ താല്പര്യമാണ്, അപ്പച്ചന് ഇഷ്ടമില്ല, അമ്മച്ചിക്ക് ഇഷ്ടമില്ല, അമ്മൂമ്മയ്ക്ക് താല്പര്യമില്ല, ഞാൻ എന്തോ വേണം. കുഞ്ഞുങ്ങളെ, കർത്താവിന് ഹിതമാം വണ്ണം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ. കർത്താവിന് ഹിതമല്ലാത്തത് പറഞ്ഞപ്പോൾ കൊന്നച്ചു വരാനും കട്ടോണ്ട് വരാനും പറഞ്ഞ എൻ്റെ പൊന്നല്ലിയോ ചെയ്യല്ലേ, അത് കർത്താവിൻ്റെ ഹിതത്തിൽ പെടുന്നതല്ല. കർത്താവിന് ഹിതമാം വണ്ണം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ. യജമാനന്മാരെ, ആദ്യമേ ഭാര്യമാരെ വിളിച്ചു, ഭർത്താക്കന്മാരെ വിളിച്ചു, കുഞ്ഞുങ്ങളെ വിളിച്ചു. അത് കഴിഞ്ഞ് പിതാക്കന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ പിള്ളേരെ കോപിപ്പിക്കരുത്, ചുമ്മാ അവരെ ഇട്ട് തല്ലുകയും പിടിക്കുകയും ശുണ്ടി പിടിപ്പിക്കുകയും ചെയ്യരുത്, അവരോട് നിങ്ങൾ യോഗ്യമായി ഇടപെടണം. അടുത്തതായിട്ട് പറഞ്ഞു, യജമാനന്മാരെ, നിങ്ങളുടെ കീഴിലുള്ള ദാസന്മാരെ നിങ്ങൾ യോഗ്യമായി കരുത്, അവരെ ഇട്ട് ചുമ്മാ ചെയ്യിക്കരുത്, നിങ്ങൾക്കും മേതെ യജമാനനുണ്ടെന്ന് ആലോചിച്ചോണം. എന്നിട്ട് പറഞ്ഞു, ദാസന്മാരെ, നിങ്ങളുടെ മുകളിലിരിക്കുന്ന
ഇരിക്കുന്ന ആൾ ഒരു വിശ്വാസിയാണെങ്കിൽ അതൊരു വലിയ ശല്യമാണ്. അവിശ്വാസിയാണെന്നേ തോന്നിയ പോലൊക്കെ അവൻ പറയുന്ന പോലെ ഈ താഴെയുള്ളവൻ കേട്ടോളും. വിശ്വാസിയാണെന്ന് നമ്മളൊരു വെള്ളിയിൽ പോകുന്നില്ല, പിന്നെ എന്തിനാ ഞാൻ ജോലി ചെയ്യുന്നത്, നീയല്ലേ എൻ്റെ സൂപ്പർവൈസർ, ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ദാസന്മാരെ, നിങ്ങളുടെ യജമാനന്മാർ വിശ്വാസികളാണെങ്കിൽ കൂടുതൽ ഭയത്തോടെ ചെയ്യണം. സാധാരണ ജോലിക്കാരെ ദൃഷ്ടിസേവകളാൽ എന്ന് പറഞ്ഞാൽ യജമാനൻ ഇങ്ങോട്ട് നോക്കുമ്പോൾ മാത്രം പെട്ടെന്ന് ജോലി ചെയ്ത് അല്ലാത്തപ്പോൾ കുത്തിയിരിക്കാനല്ല, ദൃഷ്ടിസേവകളാലല്ല, ഹൃദയത്തിൻ്റെ പരമാർത്ഥതയിൽ നിന്ന് സേവിക്ക്. സാധാരണക്കാരെ ഈ വാൾ വഹിക്കുന്ന രാജാവിനെ ഭയപ്പെടണം, നിയമനിർമ്മാതാവിനെ ഭയപ്പെടണം, നിയമത്തെ ഭയപ്പെടണം. ഇങ്ങനെ സാമൂഹ്യ മര്യാദകൾ മുഴുവൻ എന്താ പറഞ്ഞു കൊടുത്തു. വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാ, സമൂഹജീവികൾക്ക് വേണ്ടി എഴുതിയ പുസ്തകമായത് സമൂഹജീവിയാണ്. ഒരിക്കലും ഒരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞായിരുന്നു, ചില മതങ്ങളിൽ അവർക്ക് ഭക്തി കൂടിയാൽ ഭൂമിയിലാരും കാണാത്ത ഒരു പർവ്വതത്തിൻ്റെ മുകളിലോട്ട് ഒറ്റയ്ക്ക് അങ്ങ് മാറിയിരിക്കും. ഒരാത്മീയന് ഭക്തി മുറുകിയാൽ ജനവാസമുള്ള പട്ടണങ്ങളിലേക്ക് ഇറങ്ങും. തമ്മിലുള്ള വ്യത്യാസമാണ്. ചിലർക്ക് ഭക്തി മൂത്താൽ ആരും കാണാത്ത ഒരു രഹസ്യ സ്ഥലത്തേക്ക് വനത്തിലോ പർവ്വതത്തിൻ്റെ മുകളിലോ കയറി കുത്തിയിരുന്നങ്ങ് പ്രാർത്ഥിക്കും. വേറെ ക്രിസ്ത്യാനിക്ക് ഭക്തി മൂത്താൽ നേരെ ജനസമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിളിച്ചു പറയും. ഇത് രണ്ടിനമാണ്. നമ്മൾ സമൂഹജീവിയാകയാൽ സമൂഹജീവിതത്തിന് ആവശ്യമുള്ള എല്ലാ സൽഗുണങ്ങളും ഇങ്ങോട്ട് എഴുതിയേച്ചു പറഞ്ഞു. ഒടുവിൽ കർത്താവിലും, ആ വാക്യത്തിന്റെ സ്റ്റാർട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇവിടം വരെ വന്നത്. ഇത്രയും കഴിഞ്ഞവരോട് പറയുകയാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. ഇന്ന് നാം പിശാചിന്റെ തന്ത്രത്തോട് എതിർക്കാൻ പോവാം. എടാ പിശാചെ, നീ ഞങ്ങളെ ചതിച്ചു, മതിയടാ എന്ന് പറയാൻ പോവാ. ഈ ചർച്ചിൽ പണ്ട് നമ്മുടെ ചെറുപ്പക്കാർ ഉപയോഗിച്ചിരുന്ന ചില വാക്യശകലങ്ങളുണ്ട്. അവർ പറഞ്ഞിരുന്നു, അല്ലെ ഞങ്ങൾ പറഞ്ഞിരുന്നു, എടാ പിശാചെ, നിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് എറിയുന്ന കുപ്പത്തൊട്ടി അല്ലടാ വിശുദ്ധന്റെ ഭവനം. എല്ലാ ഓഫീസിലും ഒരു കുപ്പത്തൊട്ടി കാണും, അല്ലേ? നമ്മുടെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. മീൻ വിൽക്കുന്ന കടയിലാണെങ്കിൽ അതിന് യോഗ്യമായ ഒരു തൊട്ടി എന്ന് പറഞ്ഞാൽ ഈ അഴുക്ക്, മീനിൻ്റെ അഴുക്കെല്ലാം കൂടി ഇടാനായിട്ട്. കടലാസ് ഹാൻഡിൽ ചെയ്യുന്ന ഓഫീസിലാണെന്നുണ്ടെങ്കിൽ പഴയ കടലാസ് കളയാൻ വേണ്ടി, ഓരോന്നിനും സ്ക്രാപ്പ് ഇടാൻ വേണ്ടി, വേസ്റ്റ് ഇടാൻ വേണ്ടി അതാതിന് യോജിച്ച തരത്തിൽ ഒരു ചപ്പുകൊട്ട കാണും. എടാ പിശാചേ, നിന്റെ ചപ്പ് കൊണ്ട് കൂട്ടുന്ന ചപ്പുകൊട്ടയല്ല എൻ്റെ ശരീരം. നിന്റെ രോഗം കൊണ്ട് കൂട്ടുന്ന, മനസ്സിലായോ? നിന്റെ വൃത്തികെട്ട അസുഖം കൊണ്ട് കൂട്ടുന്ന നിന്റെ ചപ്പുകൊട്ടയല്ലടാ എൻ്റെ ശരീരം. ഞാൻ ദൈവപൈതലാ, ഞാൻ വിശുദ്ധനാ. നമ്മൾ അവനോട് എതിർത്ത് നിൽക്കാൻ പോകുകയാണ്. നമ്പർ ടു, എൻ്റെ വീട്, വിശുദ്ധന്റെ വീട് നിന്റെ പ്രശ്നം കൊണ്ട് കൂട്ടുന്ന ചപ്പുകൊട്ടയല്ല. നമ്പർ 3, ദൈവസഭ പിശാചിന്റെ ചപ്പ് കൊണ്ട് കൂട്ടുന്ന ഇടമല്ല. വാഗ്വാദം, ഭിന്നത, വഴക്ക്, വയ്യാവേലി, ശല്യം, നുണപറച്ചിൽ, ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ട് കൂട്ടുന്ന ചപ്പക്കൊട്ടയല്ലടാ ദൈവത്തിന്റെ സഭ. പിശാചിനോട് നിങ്ങൾ എതിർത്ത് നിൽക്കുക. അവനോട് എതിർത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാക്കുകൊണ്ടും ഒന്നും ഒക്കത്തില്ല. ഞാനാണെങ്കിൽ ഇപ്പൊ പറയാറുണ്ട്, 54 വർഷമായി, 1/2 നൂറ്റാണ്ടിലധികമായി ഞാൻ കർത്താവിന്റെ വേലയുടെ മുമ്പിലാ. എനിക്കറിയാം ഞാൻ കർത്താവിന്റെ വേലയുടെ മുമ്പിലാ. ഞാൻ എന്നെ നോക്കി പല്ല് കളിച്ച എടാ ചെറുക്ക, നമുക്ക് എത്ര ലക്ഷം വർഷത്തിന്റെ പരിചയമെന്ന് നിനക്കറിയാം? 54 കൊല്ലം കൊണ്ട് ഞാൻ ഇങ്ങനെ മണ്ടത്തരം പറഞ്ഞ് നടക്കുമ്പോഴേ, എടാ ചെറുക്ക, എനിക്ക് എത്ര ലക്ഷം വർഷങ്ങളുടെ പരിചയമാണെന്നറിയാമോ? പിശാചി പരിചയസമ്പന്നനാ. അവനോട് എതിരിടാൻ ഇതൊന്നും നടക്കത്തില്ല. എനിക്കകപ്പാടെ പറയാൻ കഴിഞ്ഞേക്കാൻ ഞാൻ മഹാബലവാനാ. പിശാചി വരെ എൻ്റെലോ MA വർഗീസിന്റെ കയ്യിൽ 10-15,000 പേരുള്ള ഒരു കുട്ടിസഭ ഉണ്ടായിരിക്കും. എടാ എൻ്റെ കയ്യിൽ ഇന്ത്യയിൽ തന്നെ ഉണ്ട് കുറഞ്ഞാലും 10-70 കോടി. നീ എന്നെ ഈ പറയുന്നേ? എൻ്റെ മുമ്പിൽ നീ എന്നാ ഉണ്ട്? നമ്മൾ ആരും അവൻ്റെ മുമ്പിൽ ഒന്നുമില്ല. അവൻ്റെ തന്ത്രങ്ങളോട് എതിർക്കണമെങ്കിൽ സർവശക്തൻ ഏൽപ്പിച്ച അധികാരമുണ്ടെങ്കിലേ മതിയാകും. സർവശക്തൻ ഏൽപ്പിച്ച ശക്തി ഉണ്ടെങ്കിലേ മതിയാകും. ഞാൻ അധികാരത്തെക്കുറിച്ച് സാധാരണ ഉപയോഗിക്കുന്ന പദപ്രയോഗം ഒന്നുകൂടെ പറയാം. ഒരു വലിയ ലോറി, 18 വീലെന്നിരിക്കട്ടെ, ഉഗ്രൻ ലോറി, ഓർക്കാൻ വയ്യാത്തത്രയും 10-12 ടൺ വെയിറ്റും വലിച്ചുകൊണ്ട് ഇതുവഴി വരുമ്പോൾ അത് കൊണ്ടുപോകാൻ കഴിവുള്ള വലിയ എഞ്ചിന്റെ ആക്സിലറേറ്റർ ഒരു തടിയനായ ഡ്രൈവർ ചവിട്ടിക്കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഒരു മെലിഞ്ഞ പോലീസായിരുന്നുണ്ട് ഇങ്ങനെ കൈ കാണിച്ചാൽ എല്ലാം കൂടെ അവിടെ നിൽക്കും. അതിനെ അധികാരമെന്ന് വിളിക്കും. അധികാരം ഒന്ന് കൈ കാണിച്ചാൽ തീരുന്നതേ ഉള്ളൂ. അതാണ് അധികാരം. അധികാരപ്പെടുത്തുന്നവൻ ഒരു വാക്ക് പറഞ്ഞതാ, ഞാൻ നിങ്ങളെ അധികാരപ്പെടുത്തുക. പക്ഷെ പോകുമ്പോൾ സർവായുധവർഗം ധരിച്ചുകൊണ്ടേ പോകാവൂ. ഇതും കൊണ്ട് പോയാൽ നിങ്ങൾ ജയിച്ചിരിക്കും. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടണം. മറ്റേ പട്ടാളക്കാരൻ ബെൽറ്റ് കെട്ടിയതിന് പകരം നിങ്ങൾ സത്യം നിങ്ങളുടെ അരയ്ക്ക് കെട്ടണം.
നിങ്ങളുടെ കാലിന് സമാധാന സുവിശേഷത്തിനായുള്ള ഒരു ചെരുപ്പ് ഉണ്ടായിരിക്കണം. മറ്റവൻ ബൂട്ടിടുമ്പോൾ നിന്റെ കാലിൽ ഇതിനൊരു തയ്യാറെടുപ്പ് വേണം. അതുകൊണ്ട് കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ കൈസരുടെ അരമനയിൽ വിശുദ്ധന്മാരെ ജനിപ്പിക്കുവാൻ കഴിഞ്ഞത് ഈ ഒരുക്കം എനിക്ക് സദാസമയം ഉണ്ടായിരുന്നേ ഉണ്ടാ. കൂടിരുന്ന് ഉറക്കം തൂങ്ങുന്ന പട്ടാളക്കാരൻ പെട്ടെന്ന് ഉണരുമ്പോൾ എന്നാ പറ്റി ഞെട്ടി ഉണർന്നെന്ന് ചോദിക്കുമ്പോൾ പൗലോസ് അവനെ ഉപദ്രവിക്കത്തില്ലായിരിക്കണം. അല്ലൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിന്റെ അർത്ഥം ഞാനങ്ങ് പറഞ്ഞേക്കാം. അവൻ വീണു. ഒരുത്തനവിടെ എന്നാ പറ്റി, അല്ല നടുവിനൊരു വേദന പോലെ, അതിന് ഞാനങ്ങ് പ്രാർത്ഥിച്ചേക്കാം. അവൻ ഒത്തു. കൈസരുടെ അരമനയിൽ ഒരു കൂട്ടം വിശുദ്ധന്മാർ എഴുന്നേൽക്കുവാൻ എന്നെ ഉപയോഗിച്ച ദൈവം പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിന്ന് ജയിക്കുവാൻ നിങ്ങളെ ഉപയോഗിക്കേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കുന്ന കൂട്ടത്തിൽ സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിൽ ഒരു ചെരുപ്പായിരിക്കണം. ശത്രു വെട്ടിയാൽ തലക്കേക്കാതെ രക്ഷയെന്ന ഹെൽമറ്റ് തലയ്ക്ക് ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഈ ആയുധങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒടുവിൽ നിങ്ങൾ സദാസമയവും ആത്മാവിൽ പ്രാർത്ഥിക്കണം. അന്യഭാഷയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവപൈതലിന് മാത്രമേ ആവശ്യമുള്ള ക്രിസ്തീയ വ്യായാമമാകുകയുള്ളൂ. അത് നിങ്ങൾ എടുത്തിരിക്കണം. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വേഗത്തിലൊന്ന് വായിക്കാം. ഞാൻ ഇപ്പം അങ്ങ് നിർത്തിക്കൊണ്ട് നിർത്തിയേച്ച് ചില സമയം പ്രാർത്ഥിക്കാനായിട്ട് എടുക്കും. അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. നിൽക്കട്ടെ, അധികാരപ്പെടുത്തിയവനായ ദൈവത്തിന്റെ വാക്കനുസരിക്കുവാൻ അധികാരത്തിൽപ്പെട്ടവൻ ധരിക്കേണ്ട ആയുധവർഗം ധരിച്ചേ മതിയാകും. ഇതിൽ ഒന്ന് നമ്മുടെ വിശ്വാസമാണ്. എല്ലാ ആയുധവർഗവും ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. വിശ്വാസം എന്ന പരിച വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്നല്ല. സകലത്തിനും മീതെ ശത്രുവിൻ്റെ തീയമ്പുകളെ ഒക്കെയും തടയേണ്ടതിന് വിശ്വാസം എന്ന പരിച നിങ്ങൾ എടുത്തുകൊള്ളണം. തീയമ്പിനെ കുറിച്ച് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. പാസ്റ്റർ വി എ തോമസ് എന്ന കർത്താവിൻ്റെ ദാസൻ്റെ ഞാൻ കേട്ടതാ. 2 പട്ടാള ക്യാമ്പുകൾ അടുത്തടുത്ത് പാർത്ത് യുദ്ധം ചെയ്യുമ്പോൾ ഇങ്ങപ്പുറത്തെ ക്യാമ്പിലുള്ളവൻ അങ്ങപ്പുറത്തെ ക്യാമ്പിനെ തോപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന മെത്തേഡുകളിൽ ഒന്നാണ് തീ അമ്പ്. ഒന്ന് കേട്ടോണം. ഒരമ്പിൻ്റെ പുറകുവശത്തോട്ട് കുറച്ച് തുണി ചുറ്റി എണ്ണയ്ക്കകത്തോട്ട് മുക്കും. പെട്ടെന്ന് തീ കത്തിച്ച് ആ അമ്പ് കൊണ്ടൊരു ഒറ്റ എയ്ത്ത് അടുത്ത ക്യാമ്പിൽ. ഇന്നാരുടെ മയത്ത് കൊള്ളണമെന്നില്ല. സാധാരണ ഒരു അമ്പ് ചെയ്യുകയാണെങ്കിൽ ആരുടെയും ഒരുത്തൻ്റെ നെഞ്ചിന് കൊണ്ടെങ്കിലേ ശരിയാവുള്ളൂ, അല്ലെ കണ്ണിന് കൊള്ളണം. ഇത് അങ്ങനൊന്നും ഇല്ല. ഇന്നാർക്ക് കൊള്ളണമെന്നില്ല, ആർക്ക് കൊണ്ടാലും കുഴപ്പമില്ല. 2, ദേഹത്ത് കൃത്യം തറയ്ക്കണമെന്നില്ല. ശത്രുവിൻ്റെ പാളയത്ത് ചെന്നങ്ങ് വീണാ മതി, ചെല്ലുന്നിടത്ത് തീ കത്തും. ചില അറ്റാക്കുകൾ വ്യക്തികളെ ഉന്നം വെച്ചായിരിക്കും, വേറെ ചില അറ്റാക്കുകൾ പാളയത്തെ ഉന്നം വെച്ചായിരിക്കും. ഇതാ ശത്രുവിൻ്റെ തീയമ്പ്. ഇത് പാളയത്തിനകത്ത് വന്ന് വീണാൽ ഇതങ്ങ് കത്തും. ഒരനാവശ്യം ആരെയും ഒരുത്തം പറഞ്ഞുണ്ടാക്കിയാൽ മതി, അത് ചുമ്മാ അങ്ങ് പടരും. അങ്ങനെ ആണോ എന്ന് ചോദിക്കത്തു പോലുമില്ല. ഞാൻ പണ്ട് ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. വളരെ സ്നേഹമായിരുന്ന 2 പേരെ തമ്മിൽ തല്ലിക്കാൻ 3ാമതൊരു പുള്ളി തീരുമാനിച്ചു. അത് ചിലരുടെ സ്വഭാവമാണ്, നന്നായി നടക്കുന്നതിനെ തമ്മിൽ തല്ലിക്കുക. ഓക്കെ, തീയമ്പ നമ്മുടെ ഇടയിൽ എഴുതി വിടാതെ സൂക്ഷിച്ചാണ്. കണ്ട ഓടൻ കെടുത്തണം തീയമ്പ. അപ്പം ഈ 2 പേര് തമ്മിൽ സ്നേഹമായിട്ടിരിക്കുന്നതിനെ തമ്മിൽ തല്ലിക്കാനായിട്ട് ഒരുത്തൻ തീരുമാനിച്ചു. അവൻ എടുത്ത മെത്തേഡ് ഒരാളിനെ വിളിച്ച് അടുത്ത് വന്നു, ചെവിയിലോട്ട് പറഞ്ഞു, ആരോടും പറയല്ല. എന്തുവാ? അല്ല, ആരോടും പറയല്ല. ഇല്ല, എന്തുവാ? ആരോടും പറയല്ല, പൊയ്ക്കുമെന്ന്. ഷടാ. തിരിച്ചു ചെന്നപ്പോൾ മറ്റേ പുള്ളി വെച്ച്, എന്തോടാ ഇത്ര രഹസ്യമായിട്ട് പറഞ്ഞു? ആരോടും പറയരുതെന്നാണ് പറഞ്ഞു. എങ്കിലും എന്നോട് പറയത്തില്ലടാ. ഷടാ, ആകെ പറഞ്ഞത് ആരോടും പറയരുതെന്ന്. എടാ, അത് ശരി, എന്നാൽ എന്നോട് പറഞ്ഞുകൂടെ? കഴിഞ്ഞു. അവരുടെ അണ്ടർസ്റ്റാൻഡിങ് തീർന്നു. തീയമ്പ. പണ്ടിവിടെ നടന്നേ ഒന്നോ, ഇതിനകത്ത് നടക്കുന്നു എന്നാ നിങ്ങൾക്ക് അറിയാൻ വയ്യ, ഞാനായിട്ടോട്ട് പറയുന്നുമില്ല. അല്ല, എന്നാലും എൻ്റെ ഭാഗം വേണ്ട. കഴിഞ്ഞു. തീയമ്പ്. നിന്റെ ഭർത്താവിനെ കുറിച്ച് അറിയാമോ സഹോദരിമാരോട്? ഇല്ല. അറിഞ്ഞില്ലല്ലേ? ഇല്ല. എന്നാ പോട്ട്. അയ്യോ, അതെന്തുവാ? ഞാൻ പറഞ്ഞാരും കേൾക്കണ്ട. നിന്റെ ഭാര്യയുടെ കാര്യം നീ അറിഞ്ഞായിരുന്നു? എന്തുവാ? അറിഞ്ഞില്ലേ? ഇല്ല. പോട്ട്. മതി. തീയമ്പ്. ഒരുപാട് ഇനം തീയമ്പുണ്ട്. ഒരു വ്യക്തിയെ ഉന്നം വെക്കുന്നതല്ല, ഒരു പ്രശ്നത്തെ ഉന്നം വെക്കുന്നതല്ല, ഒരു സമൂഹത്തെ ഉന്നം വെക്കുന്നതാണ്. ഈ തീയമ്പുകളെ തടയുന്നത് വിശ്വാസമെന്ന പരിചയ. ഈ പരിചയിൽ തട്ടിയാൽ തീയമ്പ് തെറിച്ചു മാറും. ഇന്ന് പകൽ കുടുംബങ്ങൾക്കകത്ത് ഭിന്നത ഉളവാക്കുവാൻ, ശുഷ്കത ഉളവാക്കുവാൻ ശത്രു ചെയ്യുന്നതായ തീയമ്പുകളെ യേശുവിന്റെ നാമത്തിൽ വിശ്വാസം എന്ന പരിചയാൽ ഞങ്ങൾ എതിർക്കുകയാണ്. നിന്റെ ആയുധങ്ങൾ കൊണ്ടുപോകും. സഭയ്ക്കകത്തത് വേണ്ട, ഞങ്ങളുടെ കുടുംബങ്ങളിൽ വേണ്ട. ഞങ്ങൾ ദൈവമക്കളാ. ഓക്കെ, ഈ ആയുധങ്ങളെല്ലാം കൊടുത്തു, നിർത്തിയിരിക്കുക. ആ വാക്കിനൊരർത്ഥമുണ്ട്. തമ്പുരാന്റെ വാക്കിന്
ഇവിടെ വിശുദ്ധ പത്രോസ് മീൻ പിടിച്ചുകൊണ്ടിരുന്നു. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചു. പരിചയസമ്പന്നനായ മുക്കവന്മാരിൽ ഒരുവനാണ് അദ്ദേഹം. ഫിഷിംഗ് ഇൻഡസ്ട്രി നടത്തി വരുന്ന ആളാ. കാര്യം തൻ്റെ കൂടെ ജോലിക്കാരുണ്ട് മീൻ പിടിക്കാൻ. മനസ്സിലാകുന്നുണ്ടായിരിക്കും. താൻ കേവലം ഒരു ഫിഷർമാൻ എന്നതിൽ കവിഞ്ഞ് തനിക്ക് ബോട്ടുകളും തൻ്റെ കൂടെ ജോലിക്കാരുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് എ ഫാമിലി ബിസിനസ്. തൻ്റെ അപ്പനും വന്നിട്ടുണ്ട്, കൂലിക്കാരുമുണ്ട്. ദേ ഹാഡ് എ ഫിഷിംഗ് ഇൻഡസ്ട്രി. തീരെ നിസ്സാരനാകണമെന്നില്ല. ഒരു ഫിഷിംഗ് ഇൻഡസ്ട്രി. തനിക്ക് നന്നായിട്ടറിയാം മീൻപിടുത്തത്തെക്കുറിച്ച് കംപ്ലീറ്റ്. ഒറ്റയ്ക്ക് മീൻ പിടിക്കുന്നവനെ പോലല്ല, കൂലിക്കിറങ്ങിയവനെ പോലല്ല. അതിൻ്റെ കംപ്ലീറ്റ് സ്ട്രാറ്റജി അറിയാം. രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും പിടിക്കാതെ വല കഴുകുന്നവൻ്റെ അടുക്കൽ വന്ന് യേശു പറയുകയാണ്, മീൻപിടുത്തത്തിന് വല ഇറക്ക്. പത്രോസ് പറഞ്ഞു, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചതാ, സംഗതി നന്നായി അറിയാം. ഇപ്പോൾ മീൻപിടുത്തത്തിനല്ല വല ഇറക്കുന്നത്, ആ വാക്കിന് വല ഇറക്കുക. ആ വാക്കിന് ഇന്ന് പകൽ ദൈവത്തിന്റെ വാക്കിന് ചിലത് ചെയ്യുവാൻ ഏൽപ്പിക്കപ്പെടുന്ന ചിലരിവിടെ ഉണ്ടോ? നിങ്ങൾ പ്രാപിച്ചിരിക്കും. ഞാൻ ആ വാക്കിന് വല ഇറക്കാം. കാര്യം ആ വാക്കിന് അത്രയും അധികാരമുണ്ട്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നവൻ, ഇന്ന് പകൽ എൻ്റെ അപ്പനും എൻ്റെ യജമാനനും എൻ്റെ ഉടമസ്ഥനുമാകയാൽ വാക്ക് മാറാത്തവനും തെറ്റിക്കാത്തവനുമായ അങ്ങയുടെ വാക്കിനാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ബേഥേലിന്റെ വളർച്ച, ബേഥേലിന്റെ സ്ഥാപനം ആ വാക്കിന്റെ മുമ്പിലാകയാൽ, ഓ ഗോഡ്, ഹല്ലേലൂയ, ആ വാക്കിന്റെ മുമ്പിലാകയാൽ ഒരു മലയാളി സഭയ്ക്ക്, ഒരു പെന്തക്കോസ്റ്റൽ സഭയ്ക്ക് ഈ പട്ടണത്തിൽ വളരാവുന്ന ലിമിറ്റ് ഞങ്ങൾക്കറിയാം. ആത്മീയതയിൽ ഇതിനകത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് എഴുന്നേക്കാവുന്ന ലിമിറ്റ് ഞങ്ങൾക്കറിയാം. അത് ഈ പട്ടണത്തിൽ 200 എന്നിരുന്ന സമയത്താണ് തമ്പുരാൻ നമ്മളോട് പറയുന്നത് അതിനേക്കാൾ വളരെ വലിയൊരു സഭയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്യാൻ. മനസ്സിലാകുന്നെന്ന് തോന്നുന്നു. ഇരുന്ന ഗംഗാനഗറിലെ ഏരിയ 1 ഇഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുവാൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിലാണ് തമ്പുരാൻ പറയുന്നത്, ഞാൻ വിശാലത തരാൻ പോകുകയാ. ഇറങ്ങി തിരിച്ചതിന്റെ പുറകിലത്തെ സത്യാവസ്ഥ എന്തെന്നാൽ വാക്കിന് വല ഇറക്കുകയാ. ഇന്ന് പകല വ്യക്തി ജീവിതങ്ങളിൽ ചില വാക്ക് ലഭിച്ചവരിവിടെയുണ്ടോ? എം.എ. വർഗീസിന്റെ വാക്കിന് അർത്ഥമില്ല, അത് അർത്ഥശൂന്യമാ. മനുഷ്യന്റെ വാക്കുകൾ തെറ്റി എന്ന് വരാം, വാക്കിൽ തെറ്റാത്ത ഒരുവൻ, ഓ ഗോഡ്, ഒരൊറ്റ വാക്കിന്റെ ക്രിയ. ലക്ഷോപിലക്ഷം നക്ഷത്രങ്ങൾ, കോടാനുകോടി നക്ഷത്രങ്ങൾ, 1000 നക്ഷത്ര മണ്ഡലങ്ങൾ 1 ഇഞ്ച് തെറ്റാതെ അത് പോകേണ്ട പഥത്തിലൂടെ പോകുവാൻ സകലതും മുൻകണ്ടുകൊണ്ട് ഉണ്ടായി വരട്ടെ എന്ന് കൽപ്പിച്ച ഒരു വാക്കിൽ കേവലം സൃഷ്ടിയല്ല, തുടർന്നുള്ള ഓട്ടത്തിന്റെ സംവിധാനം ദൈവം ചെയ്തിരിക്കും. കുഞ്ഞുങ്ങളെ, അനുഗ്രഹിക്കപ്പെടുക എന്ന ഒറ്റ വാക്കവൻ കൽപ്പിച്ചാൽ ഭാവി മുഴുവനും നിയന്ത്രിക്കപ്പെട്ട് കഴിഞ്ഞു. സൂര്യൻ ഉളവായി വരട്ടെ എന്ന് പറഞ്ഞാൽ ഭൂമിയേക്കാൾ 1,30,000 ഇരട്ടി വലിപ്പമുള്ള സൂര്യനും അതിനോട് ചേർന്ന ഘടകങ്ങളും കൂടെ എങ്ങനെ കറങ്ങണമെന്നത് വരെ ആ ഒരൊറ്റ വാക്കിലുണ്ട്. അങ്ങയുടെ വാക്കിന് വല ഇറക്കാം. ഹല്ലേലൂയ. ഈ കടലിനകത്തെ മീൻ എവിടൊക്കെ ഉണ്ടോ അതിൽ എന്റെ വലയിൽ കുരുങ്ങേണ്ടത് വല കീറാതെ വേണം ഇതിനകത്ത് കയറ്റി തരുവാൻ എന്റെ ദൈവം ശക്തനാണ്. അങ്ങയുടെ വാക്ക്, അങ്ങയുടെ വാക്ക്, അങ്ങയുടെ വാക്ക്, അങ്ങയുടെ വാക്കിന് ഞാൻ വലയിറക്കാം. എന്റെ വിദ്യാഭ്യാസ മണ്ഡലം ശരിക്ക് വരുന്നില്ല, കിട്ടിയ സബ്ജക്റ്റ് എൻ്റെ തലയിൽ ഒതുങ്ങുന്നതല്ല. ഇന്ന് ഒരുപാട് പ്രയർ റിക്വസ്റ്റുകളുണ്ട്. പഠിക്കുന്ന വിഷയം എൻ്റെ ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ല. ഞാൻ കൈകാര്യം ചെയ്യുന്ന ഓഫീസിന്റെ സാഹചര്യങ്ങൾ എൻ്റെ കഴിവിനപ്പുറത്താണ്. സാരമില്ല കുഞ്ഞെ, എൻ്റെ വാക്കിന് വല ഇറക്ക്, എൻ്റെ വാക്കിന് വല ഇറക്ക്, എൻ്റെ വാക്കിന് വല ഇറക്ക്. അങ്ങയുടെ വാക്കിനാണ് വല ഇറക്കിയത്. ഓ ഗോഡ്, ജീവിതം ഇവിടം വരെ കൊണ്ടുവന്നത് മാനുഷികാലോചനയിൽ അല്ല, പകരം ദൈവം കൽപ്പിച്ചതാണെന്ന് ഉറപ്പുള്ളവർ വാക്കിന് വല ഇറക്കി. ഞാൻ അടുത്ത വാക്യത്തിലോട്ട് വായിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 14:29. വേണ്ട, വായിക്കണ്ട, എടുത്തു കാണും, വായിച്ചു. വരിക എന്നവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. പത്രോസിന് തുടക്കത്തിൽ വെള്ളത്തിന്റെ അടിയിലുള്ള മീനെ കൊണ്ടൊന്ന് മീൻ പിടിച്ച് കാണിച്ചെങ്കിൽ പത്രോസിന്റെ ശുശ്രൂഷയുടെ മധ്യാഹ്നത്തിൽ പച്ചവെള്ളത്തിന്റെ മേൽ നടത്തി കാണിച്ചു. എന്നതാ ഇത്? നമ്മുടെ ജീവിതത്തിൽ തുടങ്ങിയ അത്ഭുതവുമായി മരണം വരെ കുത്തിയിരിക്കാനോ? തുടങ്ങിയത് മീൻ കിട്ടാത്ത ഇടത്ത് മീൻ പിടുത്തം കൊണ്ടാ. കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു മീൻ വെള്ളത്തിന്റെ അകത്ത് ചലിക്കുന്നത് പോലെ പത്രോസേ വാ, വെള്ളത്തിന്റെ മേളിക്കൂടെ നടാ. എന്നും ഒരു വാക്കല്ല, മുകളിലേക്ക് ഉയർത്തുന്ന ദൈവം, ചിലതിനെ കൂടെ പൊക്കുന്ന ദൈവം, അധികാരത്തിന്റെ മീതെ അധികാരം തരുന്നവനായ ദൈവം. ഓ ഗോഡ്, അധികാരം പ്രകൃതിയെ നിയന്ത്രിക്കുവാൻ.
യോശുവയുടെ പുസ്തകം 10:12 മുതൽ വായിക്കേണ്ട മോനെ, സമയം ലാഭിക്കാൻ വേണ്ടി. ഒരു ദിവസം യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യഹോവ യോശുവയോട് പറഞ്ഞു, മോനെ വാ, പ്രകൃതിയെ നിയന്ത്രിക്കുവാൻ നീ ആ സൂര്യനോട് പറയും അവിടെ നിൽക്കാൻ, ചന്ദ്രനോട് പറയും അവിടെ നിൽക്കാൻ. കറങ്ങത്തില്ല. അണ്ടകടാഹത്തെ പിടിച്ചു നിർത്താം. എന്റെ വാക്കിന്റെ വലിപ്പം അതാ. പക്ഷെ ഇവിടുത്തെ വലിയൊരു പ്രത്യേകത, വാക്ക് ആവർത്തിക്ക്. ആദ്യത്തെ പ്രാവശ്യം യേശു പറഞ്ഞ വാക്കിന് വലയിറക്കി. രണ്ടാമത്തെ പ്രാവശ്യം യേശു പറഞ്ഞ വാക്കിന് നടന്നു. യോശുവയുടെ ചരിത്രത്തിൽ ദൈവം പറഞ്ഞ വാക്ക് യോശുവ ആവർത്തിച്ചു. ചിലതിനോട് തിരുനാമത്തിൽ കൽപ്പിക്കുവാനാണ് പറഞ്ഞതെങ്കിൽ ചെയ്യ്. തന്റെ യോബിനോട് പറയും എന്നൊരു വാചകമുണ്ട്, ഏത് വഷളനെയും വിരൽ ചൂണ്ടി നിർത്ത്, ഞാൻ നിന്നെ അധികാരപ്പെടുത്താൻ പോകുകയാ. അധികാര മണ്ഡലങ്ങളിൽ ഉയരേണ്ട ചിലതിനെ തമ്പുരാൻ അധികാരം കൈമാറിയാൻ മാനിക്കട്ടെ. ഇതിനകത്തിരിക്കുന്ന ചിലതിനെ, ഐ ഡോണ്ട് നോ ടു ഹൂം, പക്ഷെ ഇതിനകത്തിരിക്കുന്ന ചിലതിനെ അധികാര മണ്ഡലത്തിൽ ഉയർത്തുവാൻ, വിരൽ ചൂണ്ടി നിർത്തുവാൻ, ഒപ്പിട്ട് നിർത്തുവാൻ, എഴുതി നിർത്തുവാൻ, വരച്ചു നിർത്തുവാൻ, പറഞ്ഞു നിർത്തുവാൻ ഒരു അധികാരത്തിന്റെ കൈമാറ്റം. ഒരധികാരത്തിന്റെ കൈമാറ്റം. അങ്ങയുടെ വാക്കിന്റെ പ്രത്യേകത ഇതൊക്കെയാ. ഒരു ഇൻസിഡന്റ് എനിക്ക് മറക്കാനൊക്കത്തില്ല. പാലസ് ഗ്രൗണ്ട്സിൽ ബഥേൽ ചർച്ച് ഒരു ഉപവാസ പ്രാർത്ഥന വെച്ചു. ഒരു ദിവസം നമ്മുടെ ബൗണ്ടറിയോട് ചേർന്ന്, അന്നിവിടെ ഉണ്ടായിരുന്ന പലരുണ്ട്, ഇച്ചിരി കഴിയട്ടെ ഞാൻ കൈ ഒപ്പിക്കുക. നമുക്ക് എനിക്കൊന്ന് 2 ഏക്കർ ഭൂമിയായിരുന്നു നമ്മൾ വാടകയ്ക്ക് എടുത്തത്. 2 ഏക്കറില്ലായിരുന്നു, 2 ഏക്കർ വാടകയ്ക്ക് എടുത്തു. അതിൻ്റെ അതിർ ലൈന് ഈ പുൾപ്പിറ്റിരിക്കുന്നതെന്നിരിക്കട്ടെ, ഇതാണ് അതിൻ്റെ അതിർ ലൈൻ എന്നിരിക്കട്ടെ. അതേ ലൈനിൻ്റെ മറുവശത്തുള്ള ലാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നിൽക്കുന്നിടത്ത്, ഈ പുൾപ്പിറ്റ് ബഥേലിൻ്റെയാണ്, ഞാൻ ഈ നിൽക്കുന്ന അതിൻ്റെ വെളിയിൽ തൊട്ടാ. ഇവിടെ ഒരു കുഴി കുഴിച്ച് ആടുകളെ ബലി കഴിച്ച് ഒരു ഹോമം നടത്താൻ വേറൊരു ശക്തി തീരുമാനിച്ചു. ന്യൂസ് പേപ്പറുകളിലെല്ലാം വന്നു. നാളെ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ നടക്കും. സന്യാസിമാർ കൂട്ടത്തോടെ ഇറങ്ങുന്നത് ഞങ്ങൾ കണ്ടു. നാളെ രാവിലെ സൂര്യപ്രകാശം അടിക്കുമ്പോൾ, സൂര്യൻ ഉദിക്കുമ്പോൾ ഇവിടെ ബലി നടക്കും. ഇതിനകത്ത് ആളുണ്ടോ എന്ന് ഞാൻ നോക്കുകയായിരുന്നു. ഉണ്ട്. ഇതിനകത്തുള്ള ഒരു സഹോദരി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ നാളെ സൂര്യൻ ഉദിച്ചില്ലേ കുഴപ്പമില്ലല്ലോ. ആ വാക്ക് ഡിസ്കറേജ് ചെയ്യാൻ എനിക്കൊക്കത്തില്ലായിരുന്നു. തിരുനാമത്തിൽ പറഞ്ഞതാ, പക്ഷെ എനിക്കൊരു ശകലം പോലും വിശ്വാസമില്ലായിരുന്നു. സത്യം പൊതുവിൽ ഞാൻ സമ്മതിക്കുക. പറഞ്ഞാൽ മതി, പക്ഷെ സൂര്യനോട് തോന്നണം ഉദിക്കണ്ട. അതെങ്ങനെ ഒക്കുക? കുഴപ്പമില്ല, ഞാൻ പ്രാർത്ഥിച്ചോളാം. ദൈവകൃപയാൽ അടുത്ത 48 മണിക്കൂർ സൂര്യൻ ഉദിച്ചില്ല. മേഘം കയറിയതുകൊണ്ടാ. പക്ഷെ സൂര്യനെ നേരിട്ട് കണ്ടേച്ച് വേണം ഈ പരിപാടി നടത്താൻ. അടുത്ത 48 മണിക്കൂർ നടന്നില്ല. അതേ ദിവസം ഉച്ചയോടുകൂടെ നാട്ടുകാർ പിരിഞ്ഞുപോയി. ഞാൻ കണ്ടത് പറഞ്ഞാൽ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അമാനുഷിക കഴിവുകളൊന്നുമില്ല. ഈ ദൈവം പറഞ്ഞ വാക്ക് അകത്ത് ക്രിയ ചെയ്തത്, അതിൻ്റെ ആധരഫലം പുറത്തുവിടാൻ. അതിൻ്റെ ആധരഫലം പുറത്തുവിടാൻ. കേട്ടോ, അത്ഭുതം കേൾക്കേണ്ടവർ കേട്ടോ. ഗുരുകുണ്ടപ്പാളയത്തുണ്ടായിരുന്ന ഒരു വീട്ടിൽ ഒരു ദിവസം ഞാൻ ഒരു വിസിറ്റിങ്ങിന് വേണ്ടി കയറി ചെന്നു. മുരളിയുടെ ഏരിയ ആ വീടല്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു വീടാണ്. അവിടെ കയറി ചെന്നു. എന്നോട് പറഞ്ഞു ചായ കുടിച്ചിട്ടേ പോകാം. ഞാൻ പലയിടത്തു നിന്ന് ചായ കുടിച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞു, ദയവ് ചെയ്ത് പറയരുത്, എനിക്ക് ചായ വേണ്ട. പക്ഷെ പാസ്റ്റർ അങ്ങനല്ല, ഇന്ന് കുടിച്ചേ പോകാവൂ. അങ്ങനെ നിർബന്ധിച്ചാൽ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അതിനൊരു കാരണമുണ്ട്. മണ്ണെണ്ണ വാങ്ങിക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം, പണമില്ല. മണ്ണെണ്ണയുടെ വില ഒരുപാട് അങ്ങ് കൂടി, മണ്ണെണ്ണ കിട്ടാനുമില്ല. അതുകൊണ്ട് അരക്കുപ്പി മണ്ണെണ്ണ ആകെ മിച്ചം വന്നു. ഇത് തീരുന്നത് വരെ ഉള്ളു കഞ്ഞിവെപ്പ്, അതോടെ തീർന്നു. ഞാനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഏലിശായുടെ കാലത്ത് കലത്തിൽ എണ്ണ വർദ്ധിപ്പിച്ച ദൈവമേ, ഭരണിയിലെ എണ്ണ വർദ്ധിപ്പിച്ച ദൈവമേ, എൻ്റെ കുപ്പിയിലെ മണ്ണെണ്ണ വർദ്ധിപ്പിക്കണം. ഇവിടെ പറഞ്ഞു പാസ്റ്റർ ഒരാഴ്ച കൂടുതലായി. എല്ലാ ദിവസവും ആ കുപ്പി കുലുക്കും. അതിനകത്ത് ഒരു ഇച്ചിരി മണ്ണെണ്ണ സ്റ്റൗവിലോട്ട് ഒഴിക്കും. സ്റ്റൗ കുലുക്കും, സ്റ്റൗ കത്തിക്കും, കഞ്ഞി വെക്കും, പാചകം ചെയ്യും, സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് മണ്ണെണ്ണ തിരിച്ച് കുപ്പിയിലൊഴിക്കും, വീണ്ടും കുപ്പി കുലുക്കും, ഇച്ചിരി ഒഴിക്കും, സ്റ്റൗ കുലുക്കും. ഒരാഴ്ച കൂടുതലായി. മണ്ണെണ്ണ ഇപ്പം പണ്ടിരുന്നതിനേക്കാൾ കൂടുതൽ കുപ്പിക്കകത്തുണ്ട്. ഇതിട്ടുണ്ടാക്കുന്ന ചായ, മണ്ണെണ്ണ ഒഴിച്ച ചായയല്ല, മണ്ണെണ്ണയുടെ തീ കത്തിച്ച ചായ.
ഇതുകൊണ്ടുണ്ടാക്കുന്ന ചായയാ കുടിച്ചേ പോകാവൂ. എന്നെ ടേസ്റ്റോടും നന്ദിയോടുമാ കുടിച്ചെന്നറിയാമോ? ഇതൊന്നും അസാമാന്യ വ്യക്തികളല്ല, നമ്മളെപ്പോലുള്ളവരാ. യോശുവയെ ഉപയോഗിച്ച ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്ന ദൈവമാ. ഈ വാക്കിന്റെ പ്രത്യേകത, പ്രപഞ്ച അധികാരിയുടെ വാക്കിന്റെ പ്രത്യേകത. ഹല്ലേലൂയ! ആദ്യം ആ വാക്കിന് വലയിറക്കിയവൻ, രണ്ടാമത് ആ വാക്കിന് തന്റെ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നവൻ. അതേ ദൈവം പഴയ നിയമത്തിലെ യോശുവയോട് പറഞ്ഞു, ഈ വാക്ക് ആവർത്തിക്ക്. ആരും മണ്ടത്തരം വിളിച്ചു പറയരുത്. തമ്പുരാൻ പറഞ്ഞതാണെങ്കിൽ മടിക്കാതെ പറയണം. തമ്പുരാൻ ഏൽപ്പിച്ചതാണെങ്കിൽ മടിക്കാതെ പറയണം. ആ വാക്കിന് ചില പ്രത്യേകതകളുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 5:13 വായിക്കണ്ട. യേശു കുഷ്ഠരോഗിയുടെ ശരീരത്തേക്ക് കൈവച്ചു പറഞ്ഞു, Be thou be made whole. സൗഖ്യമാകുക, ശുദ്ധമാകുക. ഇന്ന് പകൽ ചില രോഗങ്ങൾ സൗഖ്യമാകേണ്ടതിന് വേണ്ടി, ഇന്ന് പകൽ ചില പ്രതിസന്ധികൾ വിട്ടുമാറേണ്ടതിന് വേണ്ടി, ചിലതിന്റെ മേൽ ദൈവിക ക്ലെൻസിംഗ് നടക്കേണ്ടതിന് വേണ്ടി, ദൈവസഭയുടെ മേൽ ഒരു ദൈവിക ക്ലെൻസിംഗ് ഇന്ന് പകൽ ഇറങ്ങി വരേണ്ടതിന് വേണ്ടി, Be thou healed. സൗഖ്യമാകുക. ഓർമ്മശക്തിയുടെ കുറവുള്ളവർ, എനിക്ക് ഓർമ്മശക്തി കുറവുണ്ട്, പക്ഷെ എൻ്റെ പ്രായത്തിനുള്ള ഓർമ്മ കഷ്ടിച്ചുണ്ട്, ആവശ്യത്തിനുള്ളത്. എനിക്കൊരു വീട്ടിൽ ഇപ്പം വഴി കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. ആളുകളുടെ പേരോർത്തിരിക്കാൻ തീരെ ബുദ്ധിമുട്ടാണ്. ഒത്തിരി ഓർമ്മയുടെ പരാജയങ്ങൾ എനിക്കുണ്ട്. ഞാൻ ഒരിക്കൽ ദൈവസന്നിധി വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനോട് ചോദിച്ചു, നിനക്ക് എത്ര വീട്ടിൽ ഇപ്പം വഴി അറിയാം, ഒന്ന് കണക്ക് കൂട്ടുമ്പോൾ ഇരുന്ന് ഞാൻ എഴുതപ്പെട്ട 500 വീടുകളിൽ ഇപ്പം എനിക്കിപ്പോഴും വഴി അറിയാം, 5 വൻകരകളിലായിട്ട്. ഇന്നലെ പറഞ്ഞു, ഇതിൽ കൂടുതൽ വേറെ ആർക്കും അറിയത്തില്ല. 500-ലധികം വീടുകളിൽ പോകാനുള്ള വഴി പലർക്കും അറിയത്തില്ല. നിനക്ക് അത്രയും അറിയാം. എത്ര ആളുകളെ ഓർമ്മ കാണും 5 വൻകരകളിലായിട്ട്? അതിൽ കൂടുതലൊന്നും ആർക്കും വലിയ ഓർമ്മയില്ല. എൻ്റെ ഓർമ്മ കൂടുതലാണെന്നല്ല ഞാൻ പറഞ്ഞേ, എൻ്റെ ആവശ്യത്തിന് തികയുമെന്നും അല്ല ഞാൻ പറഞ്ഞത്, ദൈവം നടത്തുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിനേക്കാൾ കൂടുതൽ ആവശ്യമാണ്. പല മണ്ഡലങ്ങളിലും ഉപയോഗിക്കുന്ന ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, പല മണ്ഡലങ്ങളിലും നിർത്തുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. സൗഖ്യമാകുക. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എൻ്റെ എത്ര ഓർമ്മ കൊണ്ട് ഒക്കത്തില്ല. നിങ്ങളുടെ പഠന വിഷയങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഓർമ്മശക്തിക്ക് വേണ്ടി തലയിലോട്ട് കൈവച്ചു. കണക്കിന് ഇപ്പോഴല്ല പ്രാർത്ഥിക്കുമ്പോൾ, കണക്കിന് ഞാൻ ഉണ്ടായ പിന്നെ ശരിക്ക് ജയിച്ചിട്ടില്ല. എനിക്ക് കണക്ക് പഠിക്കേണ്ടത് ഇരിക്കുന്നു. ഫിസിക്സിന്, കെമിസ്ട്രിക്ക്, എന്തെങ്കിലും ഒരു സബ്ജക്റ്റ്, ബയോളജി എന്നെ കൊണ്ട് അങ്ങോട്ട് ഒക്കുന്നില്ല. ആ ഒരു സബ്ജക്റ്റിൽ ഞാൻ വീക്കാ. ഇന്ന് പകൽ വീക്കായ ഏറിയാകളിൽ വിരൽ ചൂണ്ടുന്ന തമ്പുരാൻ വിരൽ ചൂണ്ടേണ്ടതിന് ആ പ്രാർത്ഥിക്കുന്ന സമയം തലയിൽ ഒരു കൈവച്ചു കൊടുത്തോണം. പ്രാർത്ഥിക്കുന്ന സമയത്ത് ശുദ്ധമാകാ. എൻ്റെ ഹൃദയത്തെ നീതിയിൽ ദൈവസന്നിധിയിൽ നിൽക്കാനൊക്കുന്നില്ല. നെഞ്ചത്തൊരു കൈവച്ചോ, തമ്പുരാൻ ചിലത് ചെയ്യാൻ പോകുകയാണ്. പുറപ്പാട് പുസ്തകം 14:15-16 നീ നിലവിളിക്കുന്നത് എന്ത്? മുന്നോട്ട് പോകാൻ ജനത്തോട് പറ. ഇളകി അലറുന്ന കടൽ എനിക്കൊരു വിഷയമല്ല, അതെന്റെ സൃഷ്ടിയാണ്. അതിന് കടന്നുകൂടാത്ത ഒരു അതിർ ഞാൻ മണലുകൊണ്ട് വെച്ചുവെങ്കിൽ ഇന്നെന്റെ വാക്കുകൊണ്ട് നിനക്ക് കടക്കാവുന്ന വഴി ഇതിനകത്തൂടെ ഞാൻ ഒരുക്കാൻ പോകുകയാ. എന്നെ മുന്നോട്ട് വിടുകയില്ലെന്ന് പറഞ്ഞ് ചെങ്കടൽ തുല്യമായി അലറുന്ന പ്രശ്നങ്ങളുടെ മേൽ ഇന്നൊരു വാക്കുമതി. ഒരാത്മയുദ്ധത്തിന്റെ മുമ്പിൽ അതിന്റെ വഴി തുറക്കാൻ പോകുകയാ. ഇന്നെന്റെ ദൈവം അത് ചെയ്തു തരും. കടൽ തുറന്നു വരട്ടെ, പ്രതിസന്ധികൾ മാറട്ടെ. എഫെസ്യ ലേഖനം 6:12 അത് വായിച്ചാട്ടെ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നമ്മൾ ശല്യം പിടിക്കുന്ന അടുത്തിരിക്കുന്ന മനുഷ്യനോടല്ല. നിങ്ങൾക്ക് എന്നോട് വഴക്കില്ല, എനിക്ക് നിങ്ങളോട് വഴക്കില്ല. എന്നെപ്പോലെ 2 കണ്ണ്, എന്നെപ്പോലെ 2 കൈയും, എന്നെപ്പോലെ 2 ചെവി നിങ്ങൾക്ക് എല്ലാം ഉണ്ട്. എനിക്ക് 1.5 ഔൺസ് ബുദ്ധിയുണ്ട്, നിങ്ങൾക്കുമുണ്ട്. നിങ്ങൾക്കതുണ്ട്, എനിക്കുമുണ്ട്. നമ്മൾ ആരെക്കാളും മോശവുമല്ല, മേളിലുമല്ല, എല്ലാം ഒക്കെ തുല്യതയാണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന് 100-ൽ 90, വേറൊന്നിന് 91 കിട്ടി. 91 കിട്ടിയതിന് ഭയങ്കര ഗമയായിരിക്കും. എനിക്ക് അവനേക്കാൾ കൂടുതൽ അറിയാവുന്നത്. എൻ്റെ കുഞ്ഞെ 1ാം ക്ലാസ്സിലെ ഒരു മാർക്കല്ലേ. എനിക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും പൾകുടുതി പോയിട്ടില്ലാത്ത ചിലരേക്കാൾ എനിക്ക് ഒത്തിരി അറിയാമെന്ന്. എടാ മോനെ, ഇവിടുത്തെ അറിവല്ലേ. നമ്മുടെ അറിവിൻ്റെ പരിമിതിയെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്. ഒരു കൊതുകിനെ ഉണ്ടാക്കാൻ എനിക്കറിയാൻ വയ്യ, ഒരു പേന ഉണ്ടാക്കാൻ എനിക്കറിയാൻ വയ്യ. ആർക്കും അറിയാൻ വയ്യ. അറിയാൻ വരുന്നേ ഉണ്ടാക്കി കാണിച്ചേനേമല്ലോ. ഇതെല്ലാം ഒക്കെ ഒരുപോലെ. 1ാം ക്ലാസ്സിലെ 90 മാർക്കും 91 തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളിൽ പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള. ദൈവത്തിൻ്റെ നോട്ടത്തിൽ നമ്മൾ നോക്കുമ്പം ഭയങ്കരമാണെന്നങ്ങ് തോന്നിയാലും ഇതെല്ലാം ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അന്യോന്യം പോരാടാൻ ഒന്നുമില്ല. ഒരു ദിവസം ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, നടുവ് ഞാൻ ചവിട്ടി തെറ്റിക്കുമെന്ന് പറഞ്ഞു. നേരിട്ട് എന്നോട് പറഞ്ഞില്ല കേട്ടോ, ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞു. അവന് വാ
തെറ്റിച്ചു അല്ലേ പിന്നെ. അടുത്ത ദിവസം ആ പുള്ളി വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹുസൂർ റോഡ് സിമെറ്റിയുടെ അതിലൂടെ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്നേഹിതാ, നമ്മൾ രണ്ടും ഇവിടെയാണ് കിടക്കേണ്ട ഒടുവിൽ. എന്നാ ചവിട്ടുന്നവർ? ഞാൻ പറഞ്ഞല്ല, നീ അന്ന് പറഞ്ഞു. ഞാനോ? ഞാൻ വിട്ടേക്ക്, നമ്മൾ രണ്ടും ഇവിടെയാണ് വന്ന് കിടക്കണ്ടേ. എടാ, നമ്മൾ അടുത്തടുത്ത് കിടക്കേണ്ടവരാ. ഫൈനലി എന്നാ ഈ വഴക്കിടാനാ? എന്നാ വഴക്കിടാനാ? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, നമുക്ക് പോരാട്ടമുള്ളത് അതിനേക്കാൾ വലിയവരോടാ. ഒരിക്കൽ ഒരു മനുഷ്യനെതിരെ ഒരു നിരൂപകൻ കുറേ ലേഖനങ്ങൾ ഒരു പത്രത്തിനകത്തങ്ങ് എഴുതി. ഒരു ആത്മീയൻ എന്ന് പറയുന്ന പാർട്ടിയാണ്. അപ്പോൾ ഈ നിരൂപിക്കപ്പെട്ട മനുഷ്യനങ്ങ് സങ്കടം വന്നു. മറ്റേ പുള്ളിയോട് അടിച്ചു നിൽക്കാനുള്ള കൽപ്പ് തനിക്കില്ല. അതിന് അങ്ങേര് തിരിച്ചൊരു എഴുത്തെഴുതി. സർവശക്തനായ ദൈവമേ, ആ വലിയ മനുഷ്യൻ ഈ ഏഴയ്ക്കെതിരെ ഉപയോഗിച്ച പദം ഞാൻ അങ്ങോട്ട് തിരിച്ചു വിടുക. അതിനകത്തൊരു പദം ഉണ്ടായിരുന്നു, ക്യാൻ യു ഫേസ് മീ. നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ താഴെയുള്ള ഒരാളിനോട് നിന്നെ ആകെ നശിപ്പിക്കും എന്ന് പറഞ്ഞ ഒരു വാക്കാ ക്യാൻ യു ഫേസ് മീ. സോ ലെറ്റ് മീ റീഡയറക്റ്റ്. അദ്ദേഹത്തിൻ്റെ ആ പദമാണ്, നിത്യനായ ദൈവമേ, ഞാൻ ഈ പദം അങ്ങയ്ക്ക് നേരെ തിരിച്ചു വിടട്ടെ. ഞങ്ങൾക്കൊണ്ടൊരു മഹാൻ, ക്യാൻ യു ഫേസ് ഹിം. ഇസ് ടു ബി. നമ്മൾ എന്നെ പോരിടാൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അല്ല, പകരം വേറെ ചില കഴിവുള്ളതുണ്ട്. ഒന്ന് വായിച്ചേ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. നിൽക്കട്ടെ, ഈ അന്തരീക്ഷത്തിന്റെ മുകളിൽ കുറെ വാഴ്ചകളുണ്ട്. പട്ടണത്തെ നൂറ്റാണ്ടുകളായി പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുടുംബ പേരുകളുടെ മുകളിൽ കുറെ വാഴ്ചകളുണ്ട്. നീണ്ട സംവത്സരങ്ങളായി പിടിമുറുകി വെച്ചിരിക്കുന്ന ചില ശാപത്തിന്റെ കെട്ടുകളുണ്ട്, അഴിച്ചുവിടാതെ നിൽക്കുന്ന. നമ്മുടെ രാജ്യത്തിന്റെ മുകളിൽ ചില കെട്ടുകളുണ്ട്, വാഴ്ചകളുണ്ട്. വാഴ്ചകളോടും അധികാരങ്ങളോടും. പിന്നെ വായിക്കില്ലേ? വാഴ്ചകളോടും അധികാരങ്ങളോടും. ഈ അന്ധകാരത്തിന്റെ ലോകാധിപതിയോടും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ശക്തിയോടുമാണ്, ആത്മാവിനോടുമാണ് നമുക്ക് പോരാട്ടമുള്ളത്. ഇന്ന് പകൽ സ്വർലോകങ്ങളിൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മസേനകളുടെ മേൽ അധികാരമുള്ളവൻ നമ്മെ ഏൽപ്പിച്ച അധികാരം കൊണ്ട് ഈ വാക്ക് നമ്മൾ ഉച്ചരിക്കും ഇന്നൊരു ജയത്തിന് വേണ്ടി. മറക്കരുത്, തമ്പുരാൻ ഒരുവനെ കയ്യിലെടുത്താൽ, ജഡ്ജസ് ന്യായാധിപന്മാരുടെ പുസ്തകം 6:12 ഭയന്ന് നിന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ വന്ന് വെച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, പരാക്രമശാലിയെ യഹോവ നിന്നോടുകൂടെ. പരാക്രമശാലിയെ യഹോവ നിന്നോടുകൂടെ. ഇന്ന് പകൽ എന്നിനോടും നിങ്ങളോടും കൂടെ നിൽക്കുവാൻ കഴിയുന്ന, ചേർന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം നമുക്ക് മീതെയുണ്ട്. ആശ്രയിപ്പാനുള്ളത് തമ്പുരാനിൽ മാത്രമാ. ഇന്ന് പകൽ ബലപ്പെടുത്തുവാൻ കഴിയുന്ന താൻ മാത്രമാണ്. തൻ്റെ വാക്കുകൾക്ക് അധികാരമുണ്ട്, തൻ്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. തൻ്റെ വാക്കിന് വലയിറക്കിയാൽ മീൻ കിട്ടും. തൻ്റെ വാക്ക് അനുസരിച്ചാൽ പച്ചവെള്ളത്തിൻ്റെ മേൽ നടക്കും. തൻ്റെ വാക്ക് ഏറ്റു പറഞ്ഞാൽ സൂര്യചന്ദ്രന്മാർ നിൽക്കും. താനൊരു വാക്ക് പറഞ്ഞാൽ കുഷ്ഠരോഗി ശുദ്ധമാകും. താനൊരു വിളി വിളിച്ചാൽ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് വരും. താനൊരു കാര്യം ചെയ്താൽ അതിന് അർത്ഥമുണ്ട്. തൻ്റെ കൈ തൊട്ടാൽ പിറവിക്കുരുടന്റെ കണ്ണു തുറക്കും. തൻ്റെ ഊത്ത് വീണാൽ പിറവി ചെകിടന്റെ ചെവി തുറക്കും. ഇന്ന് പകൽ ദൈവം എന്നെ തൊട്ടാൽ ഞാൻ ആൾ മാറിയവനെ പോലെ, മാറിയവളെ പോലെ ആകും. തന്റെ കുളിർമ എൻ്റെ മേൽ ഒന്നടിച്ചാൽ, ഓ, എൻ്റെ ബുദ്ധിമണ്ഡലം ആകെ മാറും. എൻ്റെ മാംസപേശികളുടെ സ്ഥിതി മാറും. എൻ്റെ കുടലിന്റെ ഷേപ്പ് മാറും. എൻ്റെ ക്യാൻസറിന്റെ അണുക്കൾ ചാകും. എൻ്റെ ഹൃദയരോഗം മാറിക്കിട്ടും. ഞാൻ ആകപ്പാടെ ഒരു പുതുജീവിയായി മാറും. ഗ്ലോറി! ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു, ഞാൻ ദൈവത്തെ സേവിക്കുന്നു. നമുക്ക് പോരാട്ടമുള്ളവ ഈ നന്മകൾ തടയുന്ന പൈശാചിക മണ്ഡലത്തോടാ. തുടർന്ന് നമ്മളൊരല്പസമയം പ്രാർത്ഥിക്കാൻ പോവാ. ഇന്ന് പകൽ ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരം ഇതിനകത്തുണ്ടാകട്ടെ. എല്ലാ കണ്ണുകളുമായി ഇരിക്കുന്ന ഇരിപ്പിലൊന്ന് അടയ്ക്കാം. ഒരാത്മയുദ്ധത്തിന് തയ്യാറാകുക. എൻ്റെ തലയിൽ രക്ഷയെന്ന ശിരസ്ത്രമുണ്ടോ? ഞാൻ യേശുവിനെ രക്ഷകനായി അംഗീകരിച്ചവൻ അല്ലെങ്കിൽ ശത്രു എൻ്റെ തലയ്ക്ക് വെട്ടും. എൻ്റെ നെഞ്ചത്ത് മാർപ്പതക്കമുണ്ടോ? ബ്ലസ് പ്ലേറ്റ്. എൻ്റെ നെഞ്ചത്ത് ശത്രുവിൻ്റെ അമ്പ് തറയ്ക്കാതെ എൻ്റെ നെഞ്ചിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കവചമുണ്ടോ? വിശ്വാസത്തിൻ്റെ പരിച പിടിച്ചിട്ടുണ്ടോ? വെട്ടുവാൻ എൻ്റെ കയ്യിൽ വചനമെന്ന വാളുണ്ടോ? ആ വാളാ ഇത്രയും നേരം നമ്മൾ എടുത്തത്. ആ വചനമായി ഇത്രയും നേരം ഞാൻ പറഞ്ഞത്. ഇന്ന് അതങ്ങ് എടുക്കുക. എൻ്റെ അരയ്ക്ക് സത്യമെന്ന ബെൽറ്റ് കെട്ടിയിട്ടുണ്ട്.
എൻ്റെ കാലിന് സമാധാന സുവിശേഷം എന്ന ചെരുപ്പുണ്ട്. ഞാൻ ഇന്ന് ദൈവത്തിന് വേണ്ടി നിൽക്കുകയാ. ഈ സമയം എല്ലാവരും ദയവായി അവരുടെ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റാലും, എല്ലാവരും അവരുടെ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റാലും. വർഷിപ്പ് ടീം ദയവായി മുൻപിലേക്ക് വരാമോ? 2-3 മിനിറ്റത്തേക്ക് ഒരു നല്ല കോറസ് എങ്കിലും പാടി നമുക്ക് ദൈവത്തെ ഒന്ന് ആരാധിക്കണം. നമുക്ക് സമയം എൻ്റെ ഭാഷയിൽ അപ്രോക്സിമേറ്റ്ലി 5-6 മിനിറ്റൂടെ നമുക്ക് സുഖമായി എടുക്കാം. സുഖമായി 5-6 മിനിറ്റൂടെ എടുക്കാം. ഞാനൊരു 2 മിനിറ്റ് കൂടുതൽ പ്രാർത്ഥിക്കാൻ എടുക്കത്തില്ല. മേ ബി 3 മിനിറ്റ്സ് നമ്മൾ ഒരുമിച്ചൊന്ന് ആരാധിക്കാൻ പോകുകയാണ്. ഈ സമയം ശരീരരോഗങ്ങൾ അനുഭവിക്കുന്നവർ ആ വേദനയുള്ള ഭാഗങ്ങളിൽ ദയവായി ഒരു കരം വെക്കണം. ഭീതിയും ഭയവുമുള്ള ചിലരിതിന് നടുവിലുണ്ട്. നിസ്സാര കാര്യത്തിന് മുമ്പിൽ ഞെട്ടുന്നവരുണ്ട്. നെഞ്ചത്തൊരു കൈവച്ചോ. ഇന്ന് ആ ഭയത്തിന്റെ ശക്തിയെ പൊട്ടിക്കുക. ഇന്നതിനെ തമ്പുരാൻ പൊട്ടിക്കാൻ പോകുക. ഓ ഗോഡ്, സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ശ്വാസം നിന്നു പോകുന്നത് പോലെ, ഒരു ഞെട്ടലും ശ്വാസം നിന്നു പോകുന്നത് പോലെ ഒരു അനുഭവമുള്ള ഒരു കുഞ്ഞിനെ ദൈവാത്മാവ് കാണിക്കുന്നു. ഒരു കുഞ്ഞ് കർത്താവിന് ഒരു വിടുതൽ തരുവാൻ പോകുകയാ. ഓർമ്മശക്തിയുടെ കുറവുള്ളവർ തലയിലോട്ട് കൈവച്ചോണം. പല പ്രശ്നങ്ങളുള്ളവരോ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കൊക്കുന്ന എക്സസൈസ് അവിടെയും ഇവിടെയും ഒക്കെ മാറി മാറി കൈവച്ചു. അടുത്തിരിക്കുന്നവരെ ശല്യപ്പെടുത്തരുത്. ഇന്ന് പകൽ സ്വർലോക ദുഷ്ടാത്മ സേനകളോട് പോരാട്ടം ചെയ്യുവാൻ തലയിൽ ശിരസ്ത്രമണിഞ്ഞവർ, മാറത്ത് പതക്കം കെട്ടിയവർ, ഹല്ലേലൂയ, വയറിന് ബെൽറ്റ് കെട്ടിയവർ, കാലില് തന്റെ ചെരുപ്പിട്ടവർ, ഇടത്തെ കയ്യിൽ വിശ്വാസത്തിന്റെ പരിചയമുള്ളവർ, വലത്തെ കയ്യിൽ വചനത്തിന്റെ വാളുള്ളവർ തയ്യാറായിക്കോ. കർത്താവേ, യേശുവേ, നിത്യ ദൈവമേ, രക്ഷക, ദാവീദ് പുത്ര, കാൽവരിയുടെ കുലക്കളത്തിൽ പിശാചിന്റെ തലയെ തകർത്ത മർക്കി മതിയാര, അവനെ പരസ്യ കാഴ്ചയാക്കിയ എന്റെ ദൈവമേ, ആ പരസ്യ കാഴ്ചയായി പിശാച് ലജ്ജിക്കുന്നത് ഈ സഭയുടെ മുമ്പിൽ ഞങ്ങൾ കാണേണ്ടതിന് പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ ഇറങ്ങിയ ദൈവപുത്രന്റെ കൈകളിൽ ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. എന്റെ കേൾവിക്കാരെ അനുഗ്രഹിക്കുന്നു. ഓൺലൈനിൽ ഉള്ളവരെ അനുഗ്രഹിക്കുന്നു. ഓർമ്മശക്തി മടങ്ങി വരുവാൻ, ശരീര രോഗങ്ങൾ മാറുവാൻ, ജീവിത ഭാരങ്ങൾ മാറുവാൻ, അശുദ്ധിയുടെ വ്യഗ്രത കീഴടങ്ങി മാറുവാൻ, വിശുദ്ധിയുടെ കൊതി ജനത്തിന്റെ മേൽ വരുവാൻ നസ്രയനാകുന്ന യേശുവിന്റെ നാമത്തിൽ, നസ്രയനാകുന്ന യേശുവിന്റെ നാമത്തിൽ ദൈവശക്തിയുടെ വ്യാപാരം ഈ ജനത്തിന് നടുവിൽ വ്യാപരിക്കട്ടെ. ഇപ്പോൾ ഇപ്പോൾ സൂര്യനെ ശാസിച്ചു നിർത്തിയ, ചന്ദ്രനെ പിടിച്ചു നിർത്തിയ അതേ ദൈവശക്തി ഈ ജനത്തിന്റെ മേൽ ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. ഓ റീമസിയ, അങ്ങയുടെ വാക്കിന് ഞങ്ങളെ പരാക്രമികളാക്കുന്ന പ്രായമുള്ള പിതാക്കന്മാരെയും പ്രായമുള്ള മാതാക്കളെയും ഞാൻ ദൈവകരങ്ങളിൽ ഉയർത്തി അനുഗ്രഹിക്കുന്നു. ഓ ഗോഡ്, അങ്ങയുടെ കാവൽ വിവാഹിതരായ ദമ്പതികളെ ദൈവകരങ്ങളിൽ ഉയർത്തി അനുഗ്രഹിക്കുന്നു. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിക്കുന്നു. ജോലിയില്ലാത്തവരെ, ജോലി ചെയ്യുന്നവരെ, ജോലി ആവശ്യമുള്ളവരെ യേശുവിന്റെ നാമത്തിൽ പേര് പേരായി, ഗ്രൂപ്പ് ബൈ ഗ്രൂപ്പ് ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഫീസില്ലാത്തവർ, ജയിക്കാത്തവർ, ഇതുവരെ പരാജയപ്പെട്ടവർ, I said change, 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 change. അവർ ചേഞ്ച് ആകട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ വാക്ക് വലിയത്, അങ്ങയുടെ വാക്ക് വലിയത്. അങ്ങ് തിരഞ്ഞെടുത്ത ശബത്തനുഭവം അങ്ങയുടെ ജനം അനുഭവിക്കട്ടെ. സ്വസ്ഥത, സ്വസ്ഥത. അതിന് വിരോധമായി എഴുന്നേൽക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ തകർന്നു മാറുവാൻ
സ്ഥലം വിട്ടു പോകുവാൻ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. ജയത്തിനായി നന്ദി. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മരിച്ചവരെ ഉയർപ്പിച്ചതാ, രോഗികളെ വിടുവിച്ചതാ, കൊടുങ്കാറ്റിനെ അടക്കിയതാ, നിന്റെ ഒരു വാക്ക് മതി എനിക്ക്. മരിച്ചവരെ ഉയർപ്പിച്ചതാ, രോഗികളെ വിടുവിച്ചതാ, കൊടുങ്കാറ്റിനെ അടക്കിയതാ, നിന്റെ ഒരു വാക്ക് മതി എനിക്ക്. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ, നിന്റെ ഒരു വാക്ക് മതി എനിക്ക്. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ, നിന്റെ ഒരു വാക്ക് മതി എനിക്ക്. എന്റെ അവസ്ഥകൾ മാറിയിടുവാൻ, രൂപാന്തരം വരുവാൻ, ഞാനേറെ ഫലം നൽകാൻ, നിന്റെ ഒരു വാക്ക് മതി എനിക്ക്. അന്യായ ശക്തികളെയും അതിന്റെ കാരിയേഴ്സിനെയും ഞങ്ങൾ ഭത്സിക്കുന്നു. അത് ശൂന്യമാണ്. ദുരാത്മ വ്യാപാരങ്ങൾ അതിനെ വഹിക്കുന്നവർ ഇപ്പോൾ തകരുവാൻ സഭ ആജ്ഞാപിക്കുന്നു. അങ്ങയുടെ ഒരു വാക്കിന്റെ മുമ്പിൽ, ഒരു വാക്കിന്റെ മുമ്പിൽ ലെഗിയോൻ വിട്ടുപോയെങ്കിൽ നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും അഭിചാര ശക്തികൾ അരിഞ്ഞു മാറുവാൻ യേശുവിന്റെ നാമത്തിൽ തകരുവാൻ ആഗോളവ്യാപകമായി ദൈവസഭ ശക്തിപ്പെടുവാൻ തടസ്സമായി വ്യാപരിക്കുന്ന ശക്തികൾ കീഴടങ്ങട്ടെ. മരിച്ചവരെ ഉയർപ്പിച്ചതാ, രോഗികളെ വിടുവിച്ചതാ,
ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റുപറയുന്നു. ഒരു വാക്കും മതി, ഒരു വാക്കും മതി. മരിച്ചവരെ ഉയർപ്പിച്ച, രോഗികളെ സൗഖ്യമാക്കിയ, കടലിൽ ശാന്തത വരുത്തിയ, അപ്പത്തെ പോഷിപ്പിച്ച് വർദ്ധിപ്പിച്ച, അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിച്ച, ശത്രുവിനെ പരാജയപ്പെടുത്തിയ, ലെഗിയോനെ പറഞ്ഞയച്ച ഒരു വാക്ക് മതി, ഒരു വാക്ക് മതി. അങ്ങയുടെ നാമത്തിൽ ആ വാക്ക് സഭ പുനരുച്ചരിക്കുന്നു. ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. അന്ധകാര ശക്തികളുടെ കാരിയേഴ്സ് ഞങ്ങൾ അവരെ ഭത്സിക്കുന്നു. ആ ശക്തികളെ ബന്ധിക്കുന്നു. നിർവീര്യമായി മാറുവാൻ ലെഗിയോൻ ബാധിച്ചവനിൽ നിന്ന് വിട്ടുപോയതുപോലെ, മനുഷ്യൻ സുബോധമുള്ളവനായതുപോലെ ജനങ്ങൾ സുബോധമുള്ളവരായി മാറട്ടെ. മഹത്വം അങ്ങേക്ക്. സമാധാനത്തോടെ ജനത്തെ പറഞ്ഞയച്ചാലും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.